പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിനെ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം ന ആപ്നുവന്തി. മഹാത്മാനഃ, ഈ മഹാത്മാനഃ എന്നുള്ള പദം അപൂർവം ചില സ്ഥലത്ത് ഭഗവാൻ പ്രയോഗിക്കണം. ഇവിടെ ഏതർത്ഥത്തിലാ പ്രയോഗിച്ചത് എന്ന് വെച്ചാൽ, ഇനി ജനിക്കാതിരിക്കാനുള്ള വഴി ആർക്ക് കിട്ടിയിട്ടുണ്ടോ അവരാണ് മഹാത്മാ. ജാതാഹ തേ ഏവ ജഗതി ജന്തവ സാധു ജീവിതാഹ ഏ പുനർനേഹ ജായന്തേ ശേഷാഹ ജരഠഗർദ്ധഭാഹ. യോഗവാസിഷ്ഠത്തില് വസിഷ്ഠൻ പറഞ്ഞു, ജനിച്ചിട്ട് വീണ്ടും ജനിക്കാതിരിക്കാനുള്ള ജ്ഞാനം ആർക്കുണ്ടോ അവനെ ജനിച്ചിട്ട് പ്രയോജനമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വയസ്സായ കഴുതകളാണെന്നാണ്. ജരഠഗർദ്ധഭാഹ. കഴുതയ്ക്ക് ചുമട് വയ്ക്കാൻ പറ്റുമല്ലോ, ഈ കഴുതയ്ക്ക് അതും വയ്ക്കാം. പിന്നെന്തിനാ ജീവിക്കണത്? വണ്ണാന്റെ കഴുത പോലെ എന്നൊരു ചൊല്ലുണ്ട്. വണ്ണാന്റെ കഴുത ഒരു വയസ്സായി കഴിഞ്ഞാൽ അഴിച്ചുവിടും. അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് നാട്ടിൽ ഇങ്ങനെ നടന്ന് പഴയ കടലാസ്, കുപ്പത്തൊട്ടിയൊക്കെ ഇങ്ങനെ അരിച്ചു പെറുക്കിക്കൊണ്ട് നടക്കും. അങ്ങനെ ആ കഴുത പരിചയം കാരണം വയസ്സായി കഴിഞ്ഞാലും പിന്നെയും തിരിച്ച് വണ്ണാന്റെ വീട്ടിലേക്ക് തന്നെ പോകും. എത്ര തല്ലു കൊടുത്താലും അവിടെ തന്നെ കിടക്കും. വയസ്സായി കഴിഞ്ഞു, അതിനിപ്പോ ചുമടെടുപ്പിക്കാനൊന്നും വയ്യ. അപ്പൊ വണ്ണാന്റെ വീട്ടിലൊരു നായയുണ്ട്. നായ കഴുതരെടുത്ത് ചോദിച്ചു, എന്തിനാ ഇപ്പൊ ഈ തല്ലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കണേ? എവിടെങ്കിലും പോയിക്കൂടെ? ഇഷ്ടം പോലെ പുല്ല് വൈക്കോലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും, പോയിക്കൂടെ? ഇയാളുടെ തല്ലും കൊണ്ട് ഭക്ഷണവും കിട്ടണില്ല, എന്തിനാപ്പൊ ഇങ്ങനെ ഇരിക്കണല്ലോ? ചെറിയൊരു ആശ. എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ, വണ്ണാനൊരു മകളുണ്ട്, ആ മകൾക്ക് കല്യാണമേ കഴിയണില്ല. വണ്ണാൻ ഒരു ദിവസം പറഞ്ഞു ഇത്ര, ഇങ്ങനെ ഒരു ജാതകവും ചേരാതായ അവസാനം തന്നെ ഞാൻ ഈ കഴുതയ്ക്ക് കെട്ടിച്ചു കൊടുക്കുന്നു പറഞ്ഞു ഇത്ര. അപ്പൊ കിട്ടുമോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അങ്ങനൊരു കഥ പറയും. അതുപോലെയാണ് അത്ര ലൗകികന്റെ ലോകത്തിലുള്ള ജീവിതം. നാളെ എന്തോ ഒരു സുഖം കിട്ടാൻ പോണമെന്നാണ്. നാളെ എന്തോ ഇവിടെ കിട്ടാൻ പോണോ? അതാണ് അവിടെ ജരഠഗർദ്ധഭ ആ എക്സാമ്പിൾ തന്നെ പറഞ്ഞത്. ഇവിടെ ജരായുക്ത ഗർദ്ധഭ, വയസ്സായ കഴുത നാളെ എന്തോ കിട്ടാൻ പോണമെന്നും പറഞ്ഞ് തല്ലും വിഷമങ്ങളും വേദനയൊക്കെ കൊണ്ട് ജയിലിൽ പെട്ടു. എന്നാ പുറത്തു പോയിക്കൂടെ? അതിനുള്ളിലുള്ള അരിയുണ്ട തിന്നാനുള്ള ആഗ്രഹം കാരണം ജയിലിനുള്ളിൽ നിൽക്കാത്രേ. അതുപോലെയാണ് ഇതിനകത്ത് പല ദുഃഖങ്ങളുണ്ട്. ഭഗവാൻ തന്നെ പറഞ്ഞു, ദുഃഖാലയം അശാശ്വതം. ദുഃഖാലയം അശാശ്വതം. വീണ്ടും തിരിച്ചു വരാതിരിക്കുന്നവനാണ് ബുദ്ധിശാലി. പുനർജന്മം ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ നോക്കണം, അല്ലെ? കാലത്തിനെ യു ഹാവ് ടു ക്രോസ്, ട്രാൻസെൻഡ്. ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ? ഞാൻ ജനിച്ചിട്ടുണ്ടല്ലോ. ആര് ജനിച്ചു? ജനിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ശരീരം ജനിച്ചു, ശരീരം വളർന്നു, ശരീരം പരിണമിച്ചു. ശരി, ഞാൻ ജനിച്ചത് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ? ഈ ജനിച്ചു എന്ന് പറയണ ഈ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്നുള്ള അഭിമാനം ഹൃദയത്തിൽ അടങ്ങുകയും ജനനം മരണവുമില്ലാത്ത ശുദ്ധ ചൈതന്യം, ശുദ്ധ പ്രജ്ഞ ഹൃദയത്തിൽ പ്രകാശിക്കുകയും ചെയ്യും. അപ്പൊ അറിയാം അതില് ജനനം മരണമൊക്കെ തന്നെ തോന്നല, വന്നു പോകണം. അത് നിത്യനിരന്തരം ഏകസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനമാണ് ഭഗവത് പ്രാപ്തി. ആത്മസാക്ഷാത്കാരമാണ് ഭഗവത് പ്രാപ്തി. അതിന്
അർഹതയില്ലാത്തവൻ ജയന്റ് വീലിൽ കയറി ചുറ്റിക്കൊണ്ടേയിരിക്കും. ചക്രം, സംസാര ചക്രഗതയേ പരമേശ്വരായ. ധൃതരാഷ്ട്രർ പറഞ്ഞു മഹാഭാരതത്തില്, ഭഗവാന്റെ ആ ശക്തി എനിക്ക് മനസ്സിലാവണില്ലല്ലോ. തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയേ പരമേശ്വരായ. ഇതിൽ വിഷമുണ്ട്, ഇറങ്ങിപ്പോയിക്കൂടെ അല്ലേ? ഈ ജയന്റ് വീലിൽ കയറി ചുറ്റുക എന്ന് പറയുന്നത് സാമാന്യം വിവരം കെട്ട കാര്യമാണ്. വലിയ വീല്, പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ച് അത് ഇരിക്കുന്ന സീറ്റും ആടും, അതും എടുത്തിട്ടിട്ട് മറിക്കും. 1 വയസ്സിന് മുമ്പ് ഉള്ളിൽ പോയ വയമ്പ് മുതൽക്ക് പുറത്തേക്ക് വരും. പെരട്ട അറിയാതെ ഒരിക്കൽ കയറിപ്പോയതാണേ. കയറിപ്പോയി ടിക്കറ്റ് എടുത്ത് കയറിയിരുന്ന് സാമാന്യം ധൈര്യമായിട്ട് നോക്കാന്ന് ഇതിന്റെ ആദ്യത്തെ കുലുക്കം തന്നെ ഒരു കിടുകിട. പിന്നെ അടുത്തിരിക്കുന്ന ആളുകൾ ധൈര്യം തരുമോ എന്ന് വെച്ചാൽ പരസ്പരം ഭീഷയത്യഹോ. അടുത്തിരിക്കുന്ന ആളുകൾ നല്ലോണം പിടിച്ചോളണം കേട്ടോ, ഇന്നലെയാണ് ഒരാൾ വീണതെന്നോ. ഇതാണ് സംസാരം. ഇവിടെ പരസ്പരം ധൈര്യം കൊടുത്തൂടെ എന്ന് വെച്ചാൽ, അറിഞ്ഞോ ന്യൂസ്? എന്താ നമ്മുടെ അടുത്ത വീട്ടിലെ അയാളെ ഹോസ്പിറ്റലൈസ് ആക്കിയിരിക്കുന്നു. എന്താ കാര്യം? ഡയബറ്റീസ് കൂടിയെന്ന്. അപ്പൊ ഇയാൾക്ക് ഇത്തിരി ഉണ്ടേ, തുടങ്ങി. അപ്പൊ പോയി ചെക്ക് ചെയ്താൽ കൂടി ഉണ്ടാവും. ഇങ്ങനെ പരസ്പരം ഭയപ്പെടുത്തും. ഇവര് മരിച്ചു. എത്ര വയസ്സായി? 65 വയസ്സേ ആയുള്ളൂ. അയ്യോ, നമുക്ക് 70 ആയല്ലോ. ഇതൊക്കെ ഭർതൃഹരി പറയണതാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മളെക്കാളും വയസ്സിന് ചുരുങ്ങിയവരുടെ മരണം, സമാന വയസ്കരുടെ മരണം, വ്യാധി, ഇങ്ങനെ അനേക ഭയപ്പാടുകള്, പലവിധത്തിലുള്ള ഭയം, ഇമാജിനറി ഫിയേഴ്സ്, ഓരോന്നും. അങ്ങനെ ഈ ചക്രം അങ്ങനെ ചുറ്റി മേപ്പെട്ടു പോയി തലയിട്ട് മറിച്ച് ഇറക്കി വിടാൻ പറഞ്ഞാൽ ഇറക്കി വിടുവോ? നമ്മൾ കൊടുത്ത പൈസ തീരുന്ന വരെ അയാൾ ഇറക്കി വിടില്ല ആ ചക്രത്വം അല്ലേ? ഇതാണ് സംസാര ചക്രഗതയെ. ധൃതരാഷ്ട്രർ പറയുന്നു, എനിക്ക് അറിയണുണ്ട്, ഞാൻ ചെയ്യണതൊന്നും ശരിയല്ല എന്ന് അറിയണ്ട്, എന്നാ ചെയ്യാതിരിക്കാൻ ഒട്ടും പറ്റണില്ല. തസ്മൈ നമോ ദുരവബോധ. ഇതെപ്പോഴാ ധൃതരാഷ്ട്രർ പറയണതെന്ന് വെച്ചാൽ, വിതുരൻ അക്രൂരർ ചെന്ന് പറയാണ്, പാണ്ഡവർക്ക് വേണ്ടതൊക്കെ തിരിച്ചു കൊടുക്കൂ, നിങ്ങള് സമബുദ്ധിയോടുകൂടെ ഇരിക്കൂ എന്നൊക്കെ ഉപദേശിക്കുമ്പോ ധൃതരാഷ്ട്രർ പറയാണ്, നിങ്ങൾ പറയണമെന്നൊക്കെ എനിക്ക് മനസ്സിലാവണം, പക്ഷെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. കാലപുരുഷൻ എന്റെ ബുദ്ധിയിൽ കയറി പ്രവർത്തിക്കണു. തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ. ആ സംസ്കൃതത്തിന്റെ ബ്യൂട്ടി അതിൽ കാണും. ദുരവബോധ വിഹാരതന്ത്ര. അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ നമ്മളെ ചക്രം കളിപ്പിക്കണമെന്നാവോ അറിഞ്ഞൂടാ. സംസാര ചക്രഗതയെ പരമേശ്വരായ. ഈ ചക്രത്തിൽ നിന്ന് പുറത്തു പോകുന്നവര്, ഈ ചുറ്റലിൽ നിന്ന് പുറത്തു പോകുന്നവൻ രക്ഷപ്പെട്ടു. അതിന്ന് പുറത്തുപോയവൻ പുനർജന്മമില്ല. അല്ലെങ്കിലോ ഈ ചക്രത്തില് മുകളിലിരിക്കണവനും ചുവട്ടിലിരിക്കണവനും എല്ലാവർക്കും ചുറ്റലുണ്ട്. ആ ബ്രഹ്മഭുവനാൽ ലോകാഹം പുനരാവൃത്തിനോർജുനാം മാമുപേത്യതു കൗന്തേയാം പുനർജന്മ ന വിദ്യത്തെ. ബ്രഹ്മാവിന്റെ ലോകത്തിൽ ഇന്നലെ പറഞ്ഞല്ലോ, ടൈം അല്ലേ, കാലം, കാലത്തിന്റെ കണക്ക് പറഞ്ഞു. അത് വലിയ കണക്കാണ്. പക്ഷേ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പോകും? ഇന്നലെ നമ്മൾ കാലയളവ് പറഞ്ഞു. ഞാൻ അല്പം അത് ഭാഗവതത്തിൽ നിന്ന് എടുത്ത് പറയാം. എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ ഇപ്പൊ പിന്നീട് നിങ്ങൾ കേൾക്കുമ്പോഴും ഇതിന്റെ ശാസ്ത്രം ഒന്ന് കിടക്കട്ടെ. ഇപ്പൊ പറഞ്ഞല്ലോ, ശാസ്ത്രം പറഞ്ഞല്ലോ ഇന്നലെ, രാത്രി പകല് എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ശാസ്ത്രം ഇപ്പൊ ഇതിനകത്ത് കിടക്കട്ടെ. നോക്കൂ, ദൃശ്യവസ്തുക്കളുടെ ഏറ്റവും സൂക്ഷ്മമായ ഘടകമാണ് പരമാണു എന്ന് പറയുന്നത്. ഇതിപ്പോ ഇത്തിരി ശാസ്ത്രമാണെങ്കിലും നിങ്ങൾ ഇതിനകത്ത് കിടക്കട്ടെ. അവിടെ ഇപ്പൊ ഗീതയില് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ പറയണു, വിസ്തരിച്ച് പറയാണ്. പരമാണു എന്ന് പറയുന്നത് ആറ്റം അല്ല, ആറ്റം ബ്രേക്കബിൾ ആണ്. അത് അതിനേക്കാൾ സൂക്ഷ്മതമമായ ഘടകമാണ്. എന്നുവെച്ചാൽ അൺബ്രേക്കബിൾ. അതിനു മേലെ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അത് മാറ്റർ അല്ല. ആ പരമാണു അതിനെ വിഭജിക്കാൻ കഴിയില്ല. അസംഖ്യം പരമാണുക്കൾ കൂടി ചേർന്നതാണ് സ്ഥൂല വസ്തുക്കൾ ഉണ്ടാവുന്നത്.
അസംഖ്യം പരമാണുക്കൾ ചേർന്നിട്ടാണ് ഒരു 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 വസ്തു, ഒരു കല്ല് അല്ലെങ്കിൽ ഒരു മൈക്ക് ഒക്കെ ഉണ്ടാവണത്. പ്രപഞ്ച വസ്തുക്കളുടെ സൂക്ഷ്മ ഘടകം പരമാണുവും ഏറ്റവും വലിയ സ്വരൂപം പരമമഹാമാണ്, പരമമഹത്തത്വം. അസംഖ്യം പരമാണുക്കൾ കൂടിച്ചേർന്നുണ്ടായതാണ് പ്രപഞ്ചം എന്നതിനാൽ അതിൽ ജാതി വ്യക്തി വിശേഷഭേദങ്ങൾ ഇല്ല. പ്രപഞ്ചം സൂക്ഷ്മമായും സ്ഥൂലമായും അനുഭവപ്പെടുന്നത് പോലെ കാലവും സൂക്ഷ്മം സ്ഥൂലം എന്നിങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഈ പരമാണു തന്നെ കാലത്തിന്റെയും ഏറ്റവും സൂക്ഷ്മമായ ഗണന. അതായത് മാറ്ററുടെ ഏറ്റവും സൂക്ഷ്മ ഗണനയാണ് ടൈമിന്റെ ഏറ്റവും സൂക്ഷ്മ ഗണന. വളരെ വിചിത്രാണത്. ഇന്നത്തെ ഫിസിക്സുകാരോട് പറഞ്ഞാൽ അവര് ഭ്രമിച്ചു പോകും, അന്തം വിട്ടുപോകും. കാലവും മാറ്ററും ഒക്കെ ഒന്നാവാണ് അവിടെ. പ്രപഞ്ചം ബ്രഹ്മാണ്ടത്തെ മുഴുവൻ വ്യാപിക്കുവാൻ സൂര്യൻ എടുക്കുന്ന കാലത്തെ പരമമഹത്ത് എന്ന് പറഞ്ഞു വരുന്നു. സൂര്യന് പ്രപഞ്ചത്തിന്റെ അതിസൂക്ഷ്മ ഘടകമായ പരമാണുവെ പ്രകാശിപ്പിക്കാൻ ആവശ്യമായ കാലത്തെയും പരമാണു എന്ന് പറഞ്ഞു വരുന്നു. രണ്ട് പരമാണുക്കൾ കൂടിയ സമയത്തെ അണു എന്ന് പറയും. അവിടെ രണ്ടെണ്ണായി. ഒന്നായി നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ. രണ്ടെണ്ണം ചേർന്ന അണു. മൂന്ന് അണുക്കൾ കൂടിച്ചേർന്ന സമയമാണ് ത്രസരേണു. സമയമാണ് കേട്ടോ ഇത്. നോക്കൂ, മാറ്ററിന്റെ ഏറ്റവും സൂക്ഷ്മ ഘടകം ടൈമായിട്ട് മാറുകയാണ്. നിങ്ങൾക്കിപ്പോ ഇത് മനസ്സിലായോ, ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ, വെറുതെ കേട്ടോളൂ. അത് കിടക്കട്ടെ അവിടെ. ഇപ്പൊ ഗീതയിൽ വരണത് കൊണ്ട് അവിടെ കിടക്കട്ടെ. ത്രസരേണു എന്ന് വെച്ചാൽ മൂന്ന് അണുക്കൾ. ജനലിൽ കൂടെ സൂര്യരശ്മികൾ അകത്തേക്ക് വരുമ്പോൾ, ഓട്ടിന്റെ ദ്വാരത്തിൽ കൂടെയൊക്കെ സൂര്യന്റെ പ്രകാശം ഉള്ളിലേക്ക് വരുമ്പോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ പൊടിയായിട്ട് കണിക്കുന്നുണ്ടാവും. ആ വെളിച്ചത്തിനുള്ളിൽ കൂടെ കാണാം. അങ്ങനെ പാറിപ്പറക്കുന്ന അതിസൂക്ഷ്മങ്ങളായ പൊടികളാണ് ത്രസരേണുക്കൾ. ഈ ത്രസരേണു പരമാണു അണുവായി മാറി ദ്വിയണുവായി മാറിയിട്ടാണ് പിന്നെ ത്രസരേണു ആവണത്. അവയിൽ ഒന്നിനെ കടക്കാൻ സൂര്യൻ എടുക്കുന്ന സമയവും ത്രസരേണുവാണ്. അതായത് ഒന്നിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യൻ എടുക്കുന്ന ടൈം, അത് സെക്കൻഡ് ഒന്നുമല്ല. സെക്കൻഡിനെ എത്രയോ സൂക്ഷ്മമായി വിഭജിച്ചു കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് ആ ത്രസരേണുവിനെ സൂര്യന്റെ വെളിച്ചം പ്രകാശിപ്പിക്കണത്. 3 ത്രസരേണുക്കൾ കൂടിയ സമയമാണ് ത്രുടി. 100 ത്രുടികൾ ചേർന്ന സമയത്തെ വേദം എന്ന് പറയുന്നു. 100 ത്രുടികൾ, 100 ത്രുടികൾ വേദം. 3 വേദങ്ങൾ കൂടി ചേർന്നാൽ ഒരു ലവം. 3 ലവങ്ങൾ കൂടി ചേർന്ന സമയമാണ് ഒരു നിമിഷം. 3 നിമിഷങ്ങൾ കൂടി ചേർന്നാൽ ഒരു ക്ഷണം. 5 ക്ഷണങ്ങൾ കൂടി ചേർന്ന സമയമാണ് ഒരു കാഷ്ഠ. 15 കാഷ്ഠകൾ കൂടി ചേർന്ന സമയമാണ് ഒരു ലഘു. 15 ലഘുക്കൾ കൂടി ചേർന്നാൽ ഒരു നാഴികയായി. 2 നാഴിക സമയമാണ് ഒരു മുഹൂർത്തം. 7.5 നാഴിക സമയം കൂടി ചേർന്നാൽ ഒരു യാമം. 4 യാമങ്ങൾ പകലും 4 യാമങ്ങൾ രാത്രിയും. 8 യാമം കൂടി ചേർന്നാൽ ഒരു ദിവസം. 15 ദിവസങ്ങൾ കൂടി ചേർന്നാൽ ഒരു പക്ഷം. 2 പക്ഷങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു മാസമാവും. മനുഷ്യരുടെ ഒരു മാസം പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. എന്നാലും പറഞ്ഞു, കറുത്ത പക്ഷം പിതൃക്കൾക്ക് പകലും വെളുത്ത പക്ഷം രാത്രിയുമാണ്. മനുഷ്യരുടെ 2 മാസങ്ങൾ കൂടിച്ചേർന്ന സമയമാണ് ഒരു ഋതു. 6 മാസങ്ങൾ കൂടിച്ചേർന്ന സമയത്തെ ഒരു അയനം എന്ന് പറയുന്നു. ഉത്തരായണം ദക്ഷിണായനം എന്നിങ്ങനെ 2 അയനങ്ങൾ കൂടിച്ചേരുമ്പോൾ മനുഷ്യർക്ക് ഒരു വർഷമാവും. അതായത് സംവത്സരം. മനുഷ്യരുടെ ഒരു സംവത്സരം ദേവന്മാർക്ക് ഒരു ദിവസമാണ്. ഉത്തരായണം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ്. 100 വർഷമാണ് മനുഷ്യരുടെ ആയുസ് ഏകദേശം. ശതായുർവൈ പുരുഷ. യോഗികൾ ചിലർക്കൊക്കെ 120, 126 എന്നൊക്കെ ഏകദേശ കണക്ക് വിസ്തരിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവെ ശതായുർവൈ പുരുഷ എന്നാണ്. 100 വർഷമാണ് ഏകദേശം പറയണത്.
ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ എന്നിവയുടെ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലസ്വരൂപനായ സൂര്യൻ പരമാണുവിൽ ആരംഭിക്കുന്നതും സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതുമായ ഗതിയാൽ ലോകത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. സംവത്സരം സൂര്യന്റെ ഗതിക്കനുസരിച്ച് കണക്കാക്കി വരുന്ന കാലം. പരിവത്സരം സപ്തതിയാകുന്ന ഗ്രഹത്തിന്റെ സഞ്ചാരമനുസരിച്ചുണ്ടാകുന്നത്. ഇടാവത്സരം 30 ദിവസം വീതം ഒരു മാസത്തിന് കണക്കാക്കി 12 മാസം കഴിയുന്ന വർഷം. അനുവത്സരം ചാന്ദ്രമാസപ്രകാരം വരുന്ന വർഷം. വത്സരം നക്ഷത്രങ്ങളുടെ ഗതി അനുസരിച്ച് കണക്കാക്കുന്ന വർഷം. ഇങ്ങനെ 5 വിധത്തിൽ സംവത്സരത്തെ കണക്കാക്കി വരുന്നു. ജീവജാലങ്ങളിൽ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾക്ക് കാരണമായി കാലമെന്നു പേരുള്ള തന്റെ ശക്തിയാൽ സൃഷ്ടിക്ക് വിഷയീഭവിക്കാവുന്ന പദാർത്ഥങ്ങളുടെ ഉള്ളിലെ വീര്യത്തെ പലവിധത്തിൽ ഉണർത്തിവിടുന്നവനും സകല കർമ്മങ്ങളുടെ ഫലമാകുന്ന സ്വർഗം, നരകം മുതലായിട്ടുള്ളവ നൽകുന്നവനും മനുഷ്യരുടെ മോഹനിവൃത്തിക്കായി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനും 5 വിധ സംവത്സരങ്ങൾക്കും കാരണഭൂതനുമാണ് സൂര്യദേവൻ. അദ്ദേഹത്തെ എല്ലാവരും ആരാധിക്കണം. ഇതൊക്കെ ഭാഗവത്തിലെ കപിലോപാഖ്യാനത്തിലുള്ള കാര്യങ്ങളാണ്. കൃതം, ത്രേത, ദ്വാപരം, കലി ഇവയാണ് 4 യുഗങ്ങൾ. സന്ധ്യാംശങ്ങൾ കൂടി ചേർന്ന് 12,000 ദിവ്യസംവത്സര കാലമാണ് ഈ 4 യുഗങ്ങളുടെ കണക്ക്. ദിവ്യസംവത്സരം. ദേവന്മാരുടെ ഒരു സംവത്സരത്തെയാണ് ദിവ്യ സംവത്സരം എന്ന് പറയുന്നത്. മനുഷ്യരുടെ 360 വർഷം. അതാണ് ഒരു ദിവ്യ സംവത്സരം. അങ്ങനെ 12,000 ദിവ്യ സംവത്സരമാണ് 4 യുഗങ്ങളുടെ കണക്ക്. 4,000 ദിവ്യവർഷങ്ങൾ കൃതയുഗത്തിനും 3,000 ദിവ്യവർഷങ്ങൾ ത്രേതായുഗത്തിനും 2,000 ദിവ്യവർഷങ്ങൾ ദ്വാപരയുഗത്തിനും 1,000 ദിവ്യവർഷങ്ങൾ കലിക്കുമുണ്ട്. കൃതയുഗത്തിന് 800-ഉം ത്രേതായുഗത്തിന് 600-ഉം ദ്വാപരയുഗത്തിന് 400-ഉം കലിയുഗത്തിന് 200-ഉം ദിവ്യവർഷങ്ങൾ സന്ധ്യാംശങ്ങളായിട്ടുണ്ട്. സന്ധ്യാംശങ്ങളുടെ ഇടയിലുള്ള കാലത്തെ മാത്രമേ യുഗങ്ങളായി കണക്കാക്കുകയുള്ളൂ. അക്കാലത്താണ് യുഗധർമ്മം വിധിച്ചിരിക്കുന്നത്. ആ കണക്കനുസരിച്ച് കൃതയുഗം 4,000-ഉം ത്രേതായുഗം 3,000-ഉം ദ്വാപരയുഗം 2,000-ഉം കലിയുഗം 1,000-ഉം ദിവ്യ സംവത്സരങ്ങളാണ്. ഇങ്ങനെ പോന്നു കാലത്തിന്റെ കണക്ക്. ഇതിങ്ങനെ പറഞ്ഞ അവസാനം ഇന്നലെ പറഞ്ഞ രീതിയിൽ ബ്രഹ്മാവിന്റെ 100 ആയുസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടൈമിനൊന്നും, നമ്മളുടെ ടൈം കോൺസെപ്റ്റിനൊന്നും പിടിയേറ്റല്ല. നമ്മളുടെ കാലഗണനയ്ക്കൊന്നും പിടിയേറ്റല്ല. അത്രയ്ക്ക് അനന്തമായിട്ട് കിടക്കണു. പക്ഷെ ആ അനന്തമായ കാലം ഈ ക്ഷണത്തിൽ ഇവിടെ നമ്മളുടെ അനുഭവമണ്ഡലത്തില്, നമ്മളുടെ ബോധത്തില്, നമ്മളുടെ സ്വരൂപത്തില് ചിത്തവൃത്തികളില്ലാതെ ഇരിക്കുന്ന ക്ഷണത്തില് ഈ കാലം മുഴുവൻ അടങ്ങും. അനന്തമായ കാലം ഒരു ക്ഷണത്തില് അടങ്ങും. ഇവിടെ ഇപ്പൊ തന്നെ അടങ്ങും. അതാണ് ദേശകാലാവധിഭ്യാം നിർമുക്തം എന്ന് പറഞ്ഞത്. അനന്തമായ കാലം ഒരു ക്ഷണത്തിൽ അടങ്ങിപ്പോകുന്നു. പാട്ടെ, ഇപ്പൊ നമ്മള് ഇത്രയും പറഞ്ഞു. അപ്പൊ ഈ കാലത്തിനുള്ളൊക്കെ പെടണമെന്നാ ചോദിക്കണം. ഈ കാലമൊക്കെ ഇത്രയും ചുറ്റിത്തിരിയണോ? വേണ്ടെങ്കിൽ ഭഗവത് പ്രാപ്തി നേടാം. അതിനാണ് ഈ കാലമൊക്കെ പറഞ്ഞത്. മാമുപേത്യ പുനർജന്മാം ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. ആ ബ്രഹ്മഭുവനാല്ലോകാഃ പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്തേയ പുനർജന്മ ന വിദ്യത്തെ. അടുത്ത ശ്ലോകം നോക്കും. സഹസ്രയുഗപര്യന്തം അഹർയത് ബ്രഹ്മണോ വിദുഃ രാത്രിം യുഗസഹസ്രാന്താം തേ അഹോരാത്രവിദോ ജനാഃ. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ. അഹോരാത്രവിദോ ജനാഃ.
ബ്രഹ്മാവിന്റെ 1000 ചതുർയുഗങ്ങൾ കൂടിയതായ യാതൊരു പകലിനെയും 1000 ചതുർയുഗങ്ങൾ കൂടിയതായ യാതൊരു രാത്രിയെയും യോഗബലം കൊണ്ട് ആരറിയുന്നു അവര് രാവും പകലും അറിയുന്നവരാകുന്നു. എന്നുവെച്ചാൽ ടൈമിനെ അറിഞ്ഞവരാണ്. ടൈമിനെ കുറിച്ച് മോഡേൺ ഫിസിക്സിൽ ഒരുപാട് ചർച്ചകൾ നടന്നതാണ്. സ്പേഷ്യോ ടൈം ഒരു സാധനമാണ്, ടൈം സ്പേസ് സെപ്പറേറ്റ് അല്ല എന്നൊക്കെ പല വിധത്തിലുള്ള ചർച്ചകൾ. ടൈമിനെ അറിയണമെങ്കിൽ ഈ ബ്രഹ്മാവിന്റെ കാലം മുതൽക്ക് നീ അറിയണമെന്നാ പറയണം. അല്ലെങ്കിലോ സുഷുപ്തിയിൽ അറിയണം, ഡീപ്പ് സ്ലീപ്പിലും സുഖമായി ഉറങ്ങുമ്പോ, സ്വപ്നം പോലും ഇല്ലാതെ ഉറങ്ങുമ്പോ ടൈമുണ്ടോ? ഇപ്പൊ കിടന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നേരം വെളിച്ചായാലോ എന്ന് തോന്നും. ഇപ്പൊ ഞാൻ കിടന്നതല്ലേ ഉള്ളൂ, ടൈം എവിടെ പോയി? ടൈമേ ഇല്ല, കാലമില്ല. കാലത്തിനെ വിഴുങ്ങിക്കളഞ്ഞു. മനസ്സ് ഉദിക്കുമ്പോ വീണ്ടും കാലം വന്നു. ആനന്ദമായിരിക്കുമ്പോ കാലമില്ല, ദുഃഖം വരുമ്പോ കാലം വരും, ബോറടിക്കുമ്പോ കാലം വരും. ഞാനിപ്പോ ഇത് വായിച്ചുകൊണ്ടേ പോയാൽ കാലം വരും. ഇത് കുറെ നേരം വായിച്ചുകൊണ്ടേ പോയാൽ നിങ്ങൾക്ക് കാലം വരും ഉള്ളിലേക്ക്. നമ്മൾ കാലം കാലം എന്ന് പറയുന്നത് ടൈമാണ്. ആ ടൈം ഇവിടെ ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവിന്റെ 1000 രാത്രിയും 1000 പകലും. അതൊക്കെ നിനക്ക് അറിയാമെങ്കിൽ നീ അഹോരാത്ര വിത്താണ്. ബ്രഹ്മാവ് ഉറങ്ങുമ്പോ എല്ലാം പ്രളയത്തിൽ പോയി ലയിക്കുന്നു, ബ്രഹ്മാവ് ഉണരുമ്പോ എല്ലാം ഉണർന്നു. അവസാന കാലത്തെ ക്രമമുക്തി, അവസാന കാലം പറയണം. പ്രജാപതി ലയിക്കുമ്പോ എല്ലാം ലയിക്കും, പ്രജാപതി എഴുന്നേക്കുമ്പോ എല്ലാം ഉദിച്ചു. നമ്മൾക്ക് എങ്ങനെയാണല്ലോ, രാത്രി ലയിക്കുമ്പോ പിണ്ടാണ്ടത്തിൽ നടക്കുന്നതൊക്കെ ബ്രഹ്മാണ്ടത്തിൽ നടക്കും. നമ്മൾ കിടന്നുറങ്ങുമ്പോ എല്ലാം ലയിച്ചു, ശരീരം പോയി, മനസ്സ് പോയി, നമ്മളുടെ വ്യക്തിത്വം പോയി, എല്ലാം പോയി. എഴുന്നേക്കുമ്പോ എല്ലാം ഉദിച്ചു. ദിവസം ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുന്നുണ്ട് രാത്രി ഉറങ്ങുമ്പോ. അതാണ്, നോക്കൂ. അവ്യക്താദ്വ്യക്തയ സർവാഹം പ്രഭവന്ത്യഹരാഗമേ രാത്ര്യാഗമേ പ്രലീയന്തെ തത്രൈവാവ്യക്ത സംജ്ഞകേ. ബ്രഹ്മാവിന്റെ ദിനം ആരംഭിക്കുമ്പോ അവ്യക്തം എന്നുവെച്ചാൽ കാരണപ്രകൃതിയിൽ നിന്നും സകല നാമരൂപങ്ങളും പോന്തി വരും. സൂര്യാചന്ദ്രമസോ ധാത യഥാപൂർവമകൽപ്പയത് ദിവം ച പൃഥിവീം ചാന്തരിക്ഷമഥോ സുവഹ. വേദം പറയണതാണ്. പൂർവകൽപ്പത്തിൽ എങ്ങനെ എല്ലാം ലയിച്ചുവോ അതേപോലെ തന്നെ സൂര്യാചന്ദ്രമസോ ധാത യഥാപൂർവമകൽപ്പയത്. പഴയ സൂര്യൻ ചന്ദ്രൻ ഒക്കെ തന്നെ വരികയാണ്. ദിവം ച പൃഥിവീം ച അന്തരിക്ഷം ഒക്കെ അഥോ സുവഹ, സ്വർലോകം എല്ലാം പുറത്തേക്ക് വന്നു. അതേപോലെ നമ്മൾ ഉറങ്ങുമ്പോ തലേ ദിവസം രാത്രിയുള്ള സാധനങ്ങളൊക്കെ ലയിച്ചു, അല്ലേ? ഒന്നും നഷ്ടമായില്ലല്ലോ. എഴുന്നേക്കുമ്പോ വേറെ ഒരു വ്യക്തിത്വത്തോടു കൂടെയാണ് എഴുന്നേക്കണതെങ്കിൽ പഴയ കാലത്തോ തലേ ദിവസത്തെ രാത്രിത്തൊക്കെ മറന്നുപോയാൽ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കൂ. രാവിലെ എഴുന്നേക്കുമ്പോ വാസന മാത്രം നമുക്കില്ലെങ്കിൽ, പൂർവ്വ സംസ്കാരം ഇല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ആളുകളെ പരിചയപ്പെടേണ്ടി വരും. വട്ടാണെന്ന് പറയും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പോയിട്ട് നമ്മൾ പേരൊക്കെ പറഞ്ഞു ഹൂ ആർ യു ചോദിക്കേണ്ടി വരും. അമ്മയുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, ഭാര്യയുടെ അടുത്ത്, ഭർത്താവിന്റെ അടുത്തൊക്കെ ദിവസം രാവിലെ എണീറ്റ് ഒരു പരിചയപ്പെടൽ നടത്തേണ്ടി വരും. ഒരു കുഴപ്പമില്ല അല്ലേ? ഉറക്കത്തിൽ പോലും അറിയണു. എങ്ങനെ അറിഞ്ഞു? അപ്പോ ആ വ്യക്തികളുടെ ഐഡന്റിഫിക്കേഷൻ, ആ ബീജം, ആ അറിവ് അതേപടി ഉള്ളില് കിടപ്പുണ്ട്. ഇത് പിണ്ടാണ്ടത്തിൽ നടക്കണം. ഇതുപോലെ തന്നെ ബ്രഹ്മാണ്ടത്തിലും എന്നാണ്. ഒരു ചോറ്റുവറ്റെടുത്ത് ഞെക്കി നോക്കിയാ ചോറ് മുഴുവൻ വന്നിട്ടുണ്ടോന്നറിയും. അതുപോലെ നമ്മളെ പഠിച്ച പ്രപഞ്ചത്തിന് മുഴുവൻ പഠിക്കാം. തലേ ദിവസം ലയിച്ചു, അടുത്ത ദിവസം എഴുന്നേക്കണം. ഇതേപോലെ മരണം ഒരു റിലേറ്റീവായിട്ട് ഒരു ലയമാണ്. മരണസമയത്ത് ലയിച്ചു, അടുത്ത ജന്മത്തിൽ വീണ്ടും എഴുന്നേറ്റു. ഒന്നും നഷ്ടാവില്ല. പണ്ട് വന്നതൊക്കെ പിന്നെയും പതുക്കെ പതുക്കെ ഓരോന്നായി സമയത്തിനനുസരിച്ച് പുറത്തെടുക്കും.
ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച്, ഉപകരണങ്ങളുടെ ഡെവലപ്മെന്റിനനുസരിച്ച് പുതിയ ശരീരത്തിൽ ഓരോന്നായി പുറത്തെടുക്കും. എപ്പോഴും പെട്ടെന്ന് വരില്ല, അതാത് കാലത്തിനനുസരിച്ച്. കുട്ടിയുടെ വാസന എന്ന് പറയും നമ്മൾ, ആ വാസനയാണത്. ആ പഴയ വാസനയ്ക്കനുസരിച്ച് ഓരോന്നായി പുറത്തെടുക്കും. നമ്മൾ പഠിപ്പിക്കണതൊന്നുമല്ല. നമ്മളൊരു കുഞ്ഞു വളരണതിനെ ശ്രദ്ധിച്ചാൽ സൃഷ്ടിയുടെ സീക്രട്ട് മുഴുവൻ വെളിവാകും. നമ്മൾ പഠിപ്പിക്കാൻ അത് കൊണ്ടുവന്നതിൽ ഒരു ചെറിയ അംശമേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലും സജഷൻസ് മാത്രമാണ്. ആ സജഷൻസ് നോക്കിക്കൊണ്ട് അതിന്റെ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് അത് ആവിഷ്കരിച്ചു കൊണ്ടുവരികയുള്ളൂ. നിങ്ങൾക്ക് കാണാതെ ഒരു കൊച്ചുകുട്ടിയെ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഒരേ ക്ലാസ്സിലുള്ള 50 കുട്ടികൾ 50 വിധത്തിലാ. ഇരട്ട പറ്റ 2 2 വിധത്തിലാ. എവിടുന്ന് വന്നു ഇതൊക്കെ? പൂർവ്വസംസ്കാരമാണ്, പൂർവ്വവാസനയാണ്. ചിലരിൽ വളരെ പ്രബലമായിട്ടിരിക്കും. അധ്യാത്മവാസന വളരെ പ്രബലമായിട്ടിരിക്കും. നെഗറ്റീവായിട്ടുള്ള വാസനയും വളരെ പ്രബലമായിട്ടിരിക്കും. കുട്ടികളിൽ തന്നെ കാണും. 3.5 വയസ്സ് കുട്ടി പാട്ട് പാടുന്നു. എങ്ങനെ സാധിച്ചു? ജ്ഞാനസംബന്ധർ 3.5 വയസ്സ് കുട്ടിയെ ശിരുകാഴിയിൽ കുളത്തിന്റെ കരയിൽ വെച്ചിട്ട് പോയി. തിരിച്ചു വരുമ്പോഴേക്കും കവിയായി. അച്ഛൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും പാലിങ്ങനെ വായി വിറ്റുകൊണ്ടിരിക്കാം. കുട്ടിക്ക് വിശന്നുപോയി. വിശന്നപ്പോ അവിടെ ദേവിയുടെ വിഗ്രഹമുണ്ട്. ദേവിയുടെ വിഗ്രഹം കണ്ടതും അമ്മിഞ്ഞ കുടിക്കണമെന്നായി. വിശപ്പ് സഹിക്ക് വയ്യാതായി. അവിടെ പോയി കരഞ്ഞു. അപ്പൊ പരമേശ്വരൻ ആവിർഭവിച്ചു. ശിവനാണ് വന്നത്, പക്ഷെ പാല് കൊടുത്തു എന്നാണ് കഥ. വർണ്ണിക്കുമ്പോ ശിവനെയാണ് വർണ്ണിക്കണത്. എന്നുവെച്ചാൽ അർദ്ധനാരീശ്വരനായിട്ട് ദർശനം കൊടുത്തു എന്നാണ്. ആ 3.5 വയസ്സ് കുട്ടി അച്ഛൻ വന്ന് ആരാ തനിക്ക് പാല് തന്നത് എന്ന് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, ആരാടാ തന്ന്? നല്ല ആചാരമായ സംസ്കാരമായ കുടുംബാണ്. അപ്പൊ എവിടുന്നെങ്കിലുമൊക്കെ വാങ്ങി ഭക്ഷണം കഴിച്ചോ എന്നൊരു പേടിയാ. ആര് തന്നു പാല്? തോടുടയ ശവിയൻ വിടയേറിയോർ തൂവെൺമതിശൂടി കാടുടയ ചുടലൈ പൊടി പൂശിയൻ ഉള്ളം കവർകൾവൻ ஏடுடைய மலரான் முனைநாள் பணிந்தேத்த அருள் செய்த பீடுடைய பிரம்மாபுரம் மேவிய பெம்மான் இவனன்றே തോടുടയ ചെവിയൻ വിടയേറി ഓർ തൂവൻ മതി ചൂടി. ഒരു 3.5 വയസ്സ് കുട്ടി പാടുന്ന പാട്ടാണത്. തോട് സ്ത്രീകൾ ധരിക്കുന്ന ആഭരണമാണ്. പക്ഷെ വർണ്ണിക്കുന്നത് ചെവിയൻ എന്ന് പുല്ലിംഗത്തിലാണ്. തോടുടയ ചെവിയൻ വിടയേറി ഓർ തൂവൻ മതി ചൂടി. ആ ചന്ദ്രകലാധരൻ, അതിനാണ് തൂവൻ മതി. തൂവൻ മതി ചൂടി കാടുടയ ചുടലൈ പൊടി പൂശി എൻ ഉള്ളം കവർകൾവൻ. കേരളത്തിൽ പുതിയതല്ലല്ലോ അല്ലേ? ശങ്കരാചാര്യര് 5 വയസ്സിരിക്കുമ്പോഴാണ് അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയന്തി. ആചാര്യസ്വാമികളുടെ സ്തോത്രകൃതികൾ ഏറ്റവും മനോഹരവും ഈ കനകധാരാ സ്തോത്രമാണ്. അത് 5 വയസ്സിലോ 6 വയസ്സിലോ പാടിയതാണ്. എന്തു ശബ്ദഭംഗി അറിയോ അതിന്. കാളിദാസനൊന്നും അടുത്ത് നിൽക്കില്ല, അത്ര ശബ്ദഭംഗിയാതിന്. അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപാംഗലീലാമാംഗല്യദാസ്തു മമ മംഗളദേവതായാഃ മുഗ്ധാ മുഹുർവിദധതി വദനേ മുരാരേഃ പ്രേമത്രപാ പ്രണിഹിതാനി ഗതാഗതാനി മാലാദൃശോർമധുകരീവ മഹോത്പലേയാം സാമേ ശ്രിയം ദിശതു സാഗര സംഭവായാഃ. എവിടുന്ന് വന്നു? അവ്യക്താത് എന്നാണ്. പഠിപ്പിച്ചിട്ടൊന്നും വരില്ലല്ലോ ഇത്. ഇതൊക്കെ ഇപ്പൊ പഠിപ്പിച്ചിട്ട് വരുമോ? ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വരുമോ? എവിടെ പോയി പഠിക്കും ഇതൊക്കെ? പ്രഹ്ലാദൻ പറയുന്ന കാര്യം ഹിരണ്യകശിപു ശണ്ടാമർക്കന്മാര് അവരുടെ സ്കൂൾ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചത്, എന്താ അവൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാത്തതെന്ന് ചോദിച്ചാൽ അവര് പറയണത്, ഞങ്ങൾ 10 ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് വരണില്ല.
അവൻ പറയണത് ഇപ്പൊ തിരിച്ചു പറയാൻ ഞങ്ങൾ കഴിഞ്ഞിട്ട് വേണ്ടേ എന്നാണ്. അത് വരുമോ? എവിടുന്ന് വരും? കൊണ്ടുവന്ന താത. അതുപോലെ ഓരോരോ ജന്മത്തിലും അവിടെ പോയി അടഞ്ഞ് അടുത്ത ജന്മം. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഈ കേട്ട ഗീതയൊക്കെ അവിടെ കിടക്കും. സമയമാവുമ്പോ വിഘ്നം നീങ്ങിക്കഴിയുമ്പോ ഒക്കെ അങ്ങനെ മലവെള്ളം പോലെ വരും. വിഘ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോഴൊന്നും പ്രകാശിക്കില്ല. ഒക്കെ കേട്ടുവല്ലോ, ഒന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ തോന്നും. അതെന്താന്ന് വെച്ചാൽ എന്തൊക്കെയോ അനുഭവിക്കാനുള്ള അന്യാഭിനിവേശമുണ്ട്. അതൊക്കെ തീർന്നു കഴിയണവരെ ഇതവിടെ കിടക്കും. അത് കഴിഞ്ഞാല് പുതിയതൊന്നും അധികം ഉണ്ടാവില്ല. സത്സംഗത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യണത് പുതിയ വാസനകളും കർമ്മങ്ങളും ചേർക്കുന്നതിന് ഒരു ബ്ലോക്ക് ഉണ്ടാവും. പഴയതങ്ങനെ തീർന്നു പോകും. തീർന്നു പോകണം. തീർന്നു പോയാലേ ഉള്ളിലുള്ളത് പ്രകാശിക്കുള്ളൂ. അതുകൊണ്ട് ഭയപ്പെടണ്ട. അപ്പോ ഈ കഴിഞ്ഞത് മുഴുവൻ അവിടെ കിടക്കും. എന്നിട്ട് രാത്രി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ പുറത്ത് നമുക്ക് ചില കാര്യങ്ങൾ പോലും അങ്ങനെയാണ്. രാത്രി ഉറങ്ങുമ്പോ എന്തെങ്കിലും സംശയം വെച്ചുകൊണ്ട് കിടന്നാലോ, ഇത് തെളിഞ്ഞില്ലല്ലോ എന്ന് കിടന്നാൽ ചില ദിവസം നല്ലവണ്ണം ഡീപ്പ് സ്ലീപ്പിൽ പോയാൽ ആ ഡീപ്പ് സ്ലീപ്പ് എല്ലാത്തിന്റെയും സീക്രട്ട് അവിടെ ഉണ്ട്. ശരിക്കും അങ്ങോട്ട് സ്വപ്നമില്ലാത്ത ഉറക്കത്തിൽ പോയിട്ട് തിരിച്ചു വന്നാൽ പലപ്പോഴും രാത്രി ഏത് സംശയവും കൊണ്ടാണോ ഉള്ളിൽ പോയത് ആ സംശയത്തിന് നിവൃത്തിയോടുകൂടെ എഴുന്നേക്കും. ഒരുപാട് പേര് കണ്ടിട്ടുള്ള കാര്യം അത്. സംശയത്തിന്റെ നിവൃത്തിയോടുകൂടെ എഴുന്നേക്കും. അവ്യക്തത്തിലേക്ക് പോകുന്നു, വ്യക്തത്തിലേക്ക് വരണം. സുഷുപ്തി അവ്യക്തമാണ്, ഒന്നും അറിഞ്ഞില്ല, പിന്നെ വ്യക്തത്തിലേക്ക് വന്നു. അതാണ് ഭഗവാൻ പറഞ്ഞത്, അവ്യക്താദ്വ്യക്തയ സർവാഹ പ്രഭവന്ത്യഹരാഗമേ രാത്രിയാഗമേ പ്രലീയന്തേ തത്രൈവാവ്യക്ത സംജ്ഞകേ. മഹാപ്രളയകാലത്തിൽ എല്ലാം പോയി അവ്യക്തത്തിൽ ലയിക്കുന്നു. സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും പുറപ്പെട്ടു വരുന്നു. അവ്യക്തം എന്ന് പറയാൻ കാരണം ഒരു കൂരിരുള് എന്നാണ്. സുഷുപ്തി നമുക്ക് ഇരുളാണല്ലോ. നാസദാസീന്നോ സദാസീത്തദാനീ. വേദം തന്നെ പറയണതാണ്. അവിടെ സത്വം അറിഞ്ഞില്ല, അസത്വം അറിഞ്ഞില്ല. കിമാസീത് ഗഹനം ഗഭീരം. എന്തോ ഗംഭീരമായ എന്തോ ഒന്നുണ്ടായിരുന്നു. തമ ആസീത് തമസാ ഗൂഢമഗ്രേ. ഇരുട്ടിന്റെ മേലെ പെരണ്ട് കിടന്നു എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കൽപ്പന. ഇരുട്ടിന്റെ മേലെ പെരണ്ട് കിടന്നു എന്നാണ്. തമ ആസീത് തമസാ ഗൂഢം. ഋഗ്വേദീയ സൂക്തമാണ്, നാസദീയ സൂക്തം. ഇരുട്ടും കൂരിരുട്ട്. നിശീഥേ തമ ഉദ്ഭൂതേ. ആ ഇരുട്ടിലാണ് കൃഷ്ണൻ ജനിക്കണത്തെ. വൈകുണ്ഠത്തിലേക്ക് അർജുനനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വഴിയിൽ ഒരു ഇരുട്ട് വെള്ളി കീറിക്കൊണ്ടാണ് പോണത് സുദർശന മുമ്പില്. അപ്പൊ ആ അവ്യക്തം സൃഷ്ടിയുടെ മൂലകാരണമാണ്. എന്തുകൊണ്ട് ഇരുട്ട് എന്ന് പറയുന്നത്? കുതീയം വിസൃഷ്ടി. ഈ സൃഷ്ടി എവിടെ നിന്നുണ്ടായി ആവോ? ആർക്കറിയാന്നാ ചോദിക്കണം വേദം. സൃഷ്ടികർത്താവിന് അറിയില്ലേ? വേദ വാ ഉത ന വേദ എന്നാണ്. അയാളെ അറിയോ അറിയില്ലയോ ആർക്കറിയാം. ഭഗവാന് തന്നെ ഈ സൃഷ്ടിയെക്കുറിച്ച് വല്ല നിശ്ചയം ഉണ്ടോന്ന് സംശയമാണെന്നാണ് വേദം പറയണത്. എന്താന്ന് വെച്ചാൽ ഇത് ഇന്ദ്രജാലമാണ്. കുതഹ ഇയം ജാതാ കുത ഇയം വിസൃഷ്ടി യോ അസ്യാധ്യക്ഷ പരമേ വ്യോമന് സഹ വേദ വാ ന വേദ. അയാൾക്ക് പോലും അറിയോ എന്നുള്ള കാര്യം നിശ്ചയില്ല എന്നാണ്. എന്തൊരു ഒരു ഉത്തരാന്ന് നോക്കൂ. വേദത്തിന്റെ ആണത്. വേദം പറയണതാണ്. എന്നുവെച്ചാൽ ഈ സൃഷ്ടി കാണപ്പെടുന്നതാണ്. നീ കാണുമ്പോഴാണ് സൃഷ്ടി. നീ കാണുന്നതിനൊക്കെ നീ ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങൾക്ക് എല്ലാം അറിയും. ഞാൻ ഇന്നലെ എന്ത് സ്വപ്നം കണ്ടു പറയൂ നോക്കട്ടെ. നിങ്ങൾ എന്റെ അടുത്തല്ലേ കിടന്നത്, ഞാൻ എന്ത് സ്വപ്നം കണ്ടു പറയൂ നോക്കട്ടെ. എന്തു പറയും? നിനക്ക് തോന്നിയതൊക്കെ സ്വപ്നം കണ്ടാൽ ഞാൻ ഉത്തരം പറയാൻ ചുമതലപ്പെട്ടവനാണോ? തന്റെ സ്വപ്നമൊക്കെ
നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നീ സൃഷ്ടികർത്താവാണ്, നീ സൃഷ്ടിച്ചു, അത് നിന്നെ സൃഷ്ടിയാണ്. ആ സ്വപ്നം എവിടെ നിന്ന് വന്നു? അവ്യക്താത് അല്ലേ? സ്വപ്നത്തിന് വല്ല സ്റ്റഫുണ്ടോ? എന്നാലോചിച്ച് നോക്കൂ. സ്വപ്നത്തില് നിങ്ങള് നല്ല ശാപ്പാട് കഴിച്ചു, അവിയല്, ഓലൻ, പുളിശ്ശേരി, എരിശ്ശേരി, പായസം, അടപ്രഥമനൊക്കെ കഴിച്ചു. നിങ്ങൾ ഇതിന്റെ റോ മെറ്റീരിയലൊക്കെ വിഴുങ്ങിയിട്ടാണോ കിടന്നത്? അടപ്രഥമന് വേണ്ടതും അവിയലിന് വേണ്ടതും ഒക്കെ നുറുക്കി ഉള്ളിലിട്ടിട്ടാണോ കിടന്നത്? ഒന്നുമില്ല, പഷ്ണിയാണ്. അരവയറ്റിന് കഴിച്ച് പഷ്ണിയോടെ കിടന്നതാണ്. അപ്പോഴാണ് ഈ അടപ്രഥമനും അവിയലും ഒക്കെ സ്വപ്നം കാണുന്നത്. ഒരു സാമഗ്രിയില്ല, ഒരു വസ്തുവും ഇല്ലാതെയാണ്. ഋതേ അർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ച ആത്മനി തദ്വിദ്യാത് ആത്മനോ മായാം യഥാഭാസോ യഥാ തമഃ യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷു അനുപ്രവിഷ്ടാനി അപ്രവിഷ്ടാനി. ഭാഗവതത്തിലെ ചതുശ്ലോകി ഭാഗവതാണ്. എങ്ങനെയാപ്പോ കണ്ടത് എന്ന് വെച്ചാൽ ഋതേ അർത്ഥം യത് പ്രതീയത, ഒരു സാമഗ്രിയുമില്ലാതെ കാണപ്പെടുന്നു. ആത്മാവിനെ നോക്കുമ്പോ ന പ്രതീയത, ശുദ്ധമായ ചൈതന്യത്തിലോ ഇതൊക്കെ എവിടെ ഉണ്ടോ, സാമഗ്രി വല്ലതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാമഗ്രിയുമില്ല, ചൈതന്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചൈതന്യത്തിൽ ഇത്രയൊക്കെ നാമരൂപങ്ങളും അവിയലും ഓലനും പുളിശ്ശേരിയും എരിശ്ശേരിയും ഒക്കെ എവിടുന്ന് വന്നു? സർവമസ്തി ചിതഃകോശേന. നീ എന്ത് സങ്കല്പിക്കും അതവിടെ ഉണ്ടാവും. നീ എന്ത് സങ്കല്പിക്കും അതവിടെ ഉണ്ടാവും. എന്ത് വേണമെങ്കിലും സൃഷ്ടി ചെയ്യാനുള്ള പവർ സർവമസ്തി എന്നാണ്. ആ അവ്യക്തത്തിലെല്ലാം ഊറിക്കിടക്കണു. എല്ലാറ്റിന്റെയും മൂലസാമഗ്രിയാണ് അത്. എന്ത് വേണം പറയൂ, വരും. നീ എന്ത് ആഗ്രഹിക്കു വരും. അതാണ് ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ അർജുനന്റെ അടുത്ത് പറയണത്, നിനക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു കണ്ടോളൂ എന്നാണ്. അല്ലാതെ ഞാൻ കാണിച്ചു തരാമെന്നല്ല എന്ന് പറയണത്. ഭഗവാൻ പറയണത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ അർജുന കണ്ടോളൂ എന്നാണ്. ഒക്കെ കണ്ടോളൂ. തനിക്ക് എന്തൊക്കെ കാണണോ അതൊക്കെ. അർജുനന്റെ വാസനാമയ പ്രപഞ്ചത്തിനെയാണ് അർജുനൻ കാണുന്നത്. അതുകൊണ്ടാണ് ദ്രോണനെയും ദുര്യോധനനെയും ഒക്കെ കണ്ടിട്ട് കർണനെ പറയുമ്പോ ആ വിശ്വരൂപ ദർശനത്തിലടക്കം അർജുനന്റെ ദേഷ്യം അതിനകത്തുണ്ട്. സൂതപുത്രസ്തഥാസൗ. ആ വിശ്വരൂപ ദർശനത്തിൽ പോയി സൂതപുത്രൻ എന്ന് പറയണോ? അയാളുടെ വാസനയെ തന്നെയാ കാണുന്നതേ. സർവേ അവനിപാല സംഘാഹ, എല്ലാം കാണുന്നു. ബ്രഹ്മാവ് മുതൽക്ക് എല്ലാ ദേവതകളെയും കാണും. എല്ലാം തന്റെ മണ്ഡലത്തിലാണ് കാണുന്നത്. ഇഹൈകസ്ഥം ജഗത്കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛ അന്യത് ദ്രഷ്ടുമിച്ഛസി എന്നാണ്. നിനക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ ഒക്കെ കണ്ടോളൂ എന്നാണ്. എന്താ? ഈ അവ്യക്തത്തിൽ എന്തു വേണമെങ്കിലും വരും, നിൽക്കും, മറയും. അവ്യക്താവ്യക്തയ സർവാഹ പ്രഭവന്തി അഹരാഗമേ രാത്രിയാഗമേ പ്രലീയന്തി. അതൊക്കെ ആവരണം വരുമ്പോ ഒക്കെ മറയും ചെയ്യും. തത്രൈവ അവ്യക്ത സംജ്ഞയ്ക്ക്. ഇങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാവണത് എന്ന് പറഞ്ഞു. നോക്കൂ, അടുത്ത ശ്ലോകം നോക്കും. ഭൂതഗ്രാമസ്സയേവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ രാത്രിയാഗമേ അവശഃ പാർത്ഥ പ്രഭവത്യഹരാഗമേ. ഹേ അർജുന, ഭൂതഗ്രാമ എന്നുവെച്ചാൽ 84 ലക്ഷം ജീവരാശികൾ, സ്പീഷീസ്. നമ്മളുടെ ശാസ്ത്രം പറയണതാണ്. അത് എല്ലാ കാലത്തും ഉണ്ടാവും അത്രയും. നിങ്ങൾ ഈ കാലത്ത് ഈ ജീവൻ പോയി, ഈ സ്പീഷീസ് പോയി, ആ സ്പീഷീസ് പോയി എന്നൊക്കെ പറഞ്ഞാലും അതിന്റെയൊക്കെ ബീജം അവിടെ ഉണ്ടാവും. നത്തിങ് ക്യാൻ ബി ഡെസ്ട്രോയിഡ്. ആ 84 ലക്ഷം ജീവരാശികളും സയേവ ഭൂതഗ്രാമ, ഒരേ കണക്കെന്നാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരേ കണക്ക്. ആ ഭൂതഗ്രാമം സയേവ ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ. വീണ്ടും ലയിക്കും, വീണ്ടും പൊന്തും, വീണ്ടും ലയിക്കും, വീണ്ടും പൊന്തും.
പ്രളയത്തിൽ പോയി ലയിക്കും, പ്രളയം കഴിഞ്ഞാൽ വീണ്ടും പൊന്തി വരും, പ്രളയത്തിൽ പോയി ലയിക്കും, വീണ്ടും പൊന്തി വരും. ഇതേപോലെ പോയ കൽപ്പത്തില് ഇതേ തെക്കേ മഠത്തിൽ ഇരുന്ന് ഇതേ സമയത്ത് നമ്മൾ ഗീത കേട്ടിട്ടുണ്ട് എന്നാണ്. ഇതേ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ ചിരിച്ചിട്ടുണ്ട്. ചക്രം ഒരേപോലെയാണ്. നിങ്ങളൊക്കെ അതേപോലെ ഇരുന്നിട്ടുണ്ട്, ഞാൻ ഇതേപോലെ ഇരുന്നിട്ടുണ്ട്. അത് പ്രകൃതിയിലുള്ള സയേവ ഭൂതഗ്രാമ പുറത്തു വരുന്നത് അതേ ഭൂതഗ്രാമമാണ് വരുന്നത്. ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ. വീണ്ടും പ്രളയത്തിൽ പോയി ലയിക്കും, വീണ്ടും പ്രളയത്തിൽ നിന്ന് പുറത്തു വരും. പൂർവകൽപ്പത്തിൽ കണ്ടവരൊക്കെ കുറെ കാലം കഴിഞ്ഞ് ടക്ക് എവിടെയെങ്കിലും എടുത്ത് വെച്ച് കാണും സത്സംഗത്തിൽ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത്. കഴിഞ്ഞ കൽപ്പത്തിൽ കണ്ടതാണ്, അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. കണ്ടപ്പോ പറയൂ, എന്തോ ഒരു പഴയ സുഹൃത്തിനെ കണ്ട പോലെ തോന്നുന്നു കേട്ടോന്നു. ഇപ്പോഴത്തെ സുഹൃത്താണ്, കഴിഞ്ഞ കൽപ്പത്തെ സുഹൃത്താണ്. ആര് കണ്ടു? ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ. വീണ്ടും ലയിക്കും, വീണ്ടും പൊന്തി വരും. അങ്ങനെ അവശ അർജുന അവശമാണെന്നാണ്. പ്രകൃതിയർ വശാത്ത് ഒക്കെ അവശമായിട്ട് ചെന്ന് ലയിക്കുകയും വീണ്ടും പൊന്തി വരും. പൂർവകൽപ്പത്തിൽ ഉണ്ടായിരുന്ന സ്ഥാവര ജംഗമ ലക്ഷണമായ ആ പ്രാണി സമുദായം തന്നെ വേറെയല്ല എന്നർത്ഥം. അസ്വതന്ത്രമായിട്ട് പകലാരംഭിക്കുമ്പോൾ ജനിക്കുകയും രാത്രി ആരംഭത്തിൽ ലയിക്കുകയും ലയം പ്രാപിക്കുകയും ചെയ്യുന്നു. പിന്നെയും അത് പകലാരംഭിക്കുന്ന കാലത്ത് അസ്വതന്ത്രമായിട്ട് തന്നെ ജനിക്കുന്നു. വീണ്ടും പുറമേക്ക് ബ്രഹ്മാവ് മുതലായിട്ടുള്ള ദേവതകളൊക്കെ തന്നെ എങ്ങനെയാണെന്നാണ്. അവരൊക്കെ പ്രളയകാലത്ത് ലയിക്കുന്നു, വീണ്ടും പൊന്തി വരുന്നു. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ എന്ന് തുടങ്ങിയ ശ്ലോകങ്ങളെ കൊണ്ട് മുൻവിവരിക്കപ്പെട്ട അക്ഷരത്തെ പ്രാപിക്കാനുള്ള ഉപായത്തെ കാണിച്ചു. ഇപ്പോൾ ഇവിടെ ആ അക്ഷരത്തിന്റെ തന്നെ സ്വരൂപത്തെ കാണിക്കുന്നതിനും ഈ യോഗമാർഗം കൊണ്ട് തന്നെയാണ് അതിനെ പ്രാപിക്കേണ്ടത് എന്ന് കാണിക്കുന്നതിനും വേണ്ടി ഭഗവാൻ പറയുന്നു. നോക്കൂ, അടുത്ത ശ്ലോകം നോക്കും. പരസ്തസ്മാത്തു ഭാവോന്യോ അവ്യക്തോ വ്യക്താത് സനാതനഃ യസ്സ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. ഈ അവ്യക്ത പ്രകൃതിയിൽ ലയിക്കുകയും അവ്യക്ത പ്രകൃതിയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യാത്തതായ ഒരു ഭാവമുണ്ട്, പ്രകൃതി അല്ലാതെ. അതാണ് ഭഗവാൻ പറയണത്, യഹ തസ്മാത് അവ്യക്താത്, ആ പ്രകൃതിയിൽ നിന്നും അന്യമായിട്ട്, അന്യഹ പരഹ അവ്യക്ത. ഈ അവ്യക്തം തന്നെ, അവ്യക്തം എന്ന് പറയാൻ കാരണം ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വേദ്യമല്ലാത്തതാണ്. അതുകൊണ്ടാണ് അതിനെ അവ്യക്തം എന്ന് പറഞ്ഞത്. അതിനു പുറകിലുള്ളത് അപ്പൊ അതിനേക്കാളും അവ്യക്തമായിരിക്കണമല്ലോ. പരസ്തസ്മാത് ഭാവോന്യോ അവ്യക്തോ അവ്യക്താത്. പക്ഷെ ആ അവ്യക്തം സനാതന, അത് സനാതനമായതാണ്. യസ് സർവേഷു ഭൂതേഷു, എല്ലാ പ്രാണി സമുദായങ്ങളിലും ശരീരം നശിക്കുകയും മനസ്സ് നശിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നവിനശ്യതി, നശിക്കാത്തതായ ഒരു ഇരുപ്പ്, നശിക്കാത്തതായ ഒരു ഉണർവ്, അവബോധം, ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തില് തുടർന്നു നിൽക്കുന്നു. തു എന്ന ശബ്ദം കൊണ്ട് ഇനി പറയുവാൻ ഭാവിക്കുന്ന അവ്യക്തമായിരിക്കുന്ന അക്ഷരം മൂലപ്രകൃതിയായ അവ്യക്തത്തിൽ നിന്ന് ഭിന്നമാണെന്ന് കാണിക്കുന്നു. അക്ഷരം എന്ന് പറയപ്പെടുന്ന പരബ്രഹ്മം അത് അവ്യക്തത്തിൽ നിന്ന് വ്യതിരിക്തമാണെങ്കിലും രണ്ടിനും ഒരേ ലക്ഷണമായിരിക്കാം എന്നുള്ള ശങ്കയെ പരിഹരിപ്പാൻ വേണ്ടിയാണ് അന്യഹ എന്ന വിശേഷണം. ആ അക്ഷരത്തിന്, ഈ അധ്യായത്തിന് ഭഗവാൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് അക്ഷരബ്രഹ്മയോഗം എന്നാണല്ലോ പറഞ്ഞത്. വീണ്ടും അതുകൊണ്ട് അക്ഷരത്തിലേക്ക് വരികയാണ്. നോക്കൂ, അടുത്ത ശ്ലോകം നോക്കൂ. അവ്യക്തോക്ഷര ഇത്യുക്തഃ തമാഹുഃ പരമാം ഗതിം
യം പ്രാപ്യന നിവർത്തന്തെ തദ്ധാമ പരമം മമ. ഉപനിഷത്ത് പടിപടിയായിട്ട് പറഞ്ഞു വരുന്നു. ഇന്ദ്രിയേഭ്യ പരാഹി അർത്ഥാഹ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരം അവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതി. ഇത് ഉപനിഷത്ത് പ്രമാണം, ഉപനിഷത്ത് മന്ത്രമാണ്. പുറമേയുള്ള വിഷയങ്ങളെക്കാളും ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ്. കണ്ണ്, ചെവി മുതലായ ഇന്ദ്രിയ ഗോളകങ്ങളെക്കാളും അതിന്റെ തന്മാത്രകള് സൂക്ഷ്മമാണ്. ആ ഇന്ദ്രിയ തന്മാത്രകളൊക്കെ മനസ്സിലുണ്ട്. സ്വപ്നത്തിൽ കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു, മൂക്കില്ലാതെ മണക്കുന്നു, നാവില്ലാതെ രുചിക്കുന്നു, ത്വക്കില്ലാതെ സ്പർശിക്കുന്നു. അപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമാണ്. മനസ്സ് എവിടെയോ ഒരിടത്ത് പോയി ലയിക്കുന്നു, ഇല്ലാതാവണില്ല, ലയമാവണു അല്ലെ? ആ ലയമാണ് അവ്യക്തം എന്ന് പറഞ്ഞു. മനസ്സ് ബുദ്ധിക്ക് വശംവദമാവണു, ബുദ്ധി മനസ്സോടുകൂടെ എവിടെയോ ലയമാവണു. ആ അവ്യക്തം, ആ അവ്യക്തത്തിലോ ബുദ്ധേരാത്മാ മഹാൻ പരഃ, മഹാനാത്മാ, ആ അഭിമാനത്തിന്റെ ദേവത, അത് അവ്യക്തത്തിൽ ലയമാവുന്നു. എവിടെയോ പോയി മറഞ്ഞു പ്രളയകാലത്തില്, മരണകാലത്തില്. ആ അവ്യക്തത്തിനും ഇരിപ്പിടമായ പരമപുരുഷൻ, പുരുഷോത്തമൻ ഭഗവാൻ, ചൈതന്യം, ആ ചിത് സമുദ്രം, ഈ അവ്യക്തത്തിനും ആധാരമായിട്ടിരിക്കുന്ന ആ ചിത് സമുദ്രം, ആ പരമേശ്വരൻ പരമമായ ഗതിയാണെന്നാണ്. അവിടെ എത്തുമ്പോ ഒക്കെ അവസാനിച്ചു. സാ കാഷ്ഠ, അതിനപ്പുറം പോവാൻ വയ്യ. അവിടെ എല്ലാം പൂർണ്ണമായി. പുരുഷ ഏവേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം യോ ഏതദ്യോ വേദ നിഹിതം ഗുഹായാം സോ വിദ്യാഗ്രന്ഥിം വികരതീഹ സൗമ്യ. നിങ്ങൾക്ക് ആപ്പടെ കൺഫ്യൂഷൻ ആവണ്ടാവായിരിക്കും. സാരമില്ല, ഇത്തിരി കൺഫ്യൂഷൻ ആവണത് നല്ലതാ. ഇത്തിരി കൺഫ്യൂഷനായാൽ നമ്മൾ ഇത്തിരി ചിന്തിക്കും. ഇത് ശാസ്ത്രം എങ്ങനെയാണ്, നിവൃത്തിയില്ല. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ അധ്യായം ക്രമമുക്തിയുടെയാണ്. ചെയ്യാനുള്ളതൊന്നുമല്ല പറഞ്ഞു, നമ്മളുടെ അവ്യക്തമായ ഒരു റോഡാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ട് വരണത്. ഇവിടെ പറഞ്ഞു അവ്യക്തോ അവ്യക്താത് സനാതന, അവ്യക്തോ അക്ഷര ഇത്യുക്ത. അക്ഷരം എന്ന് വെച്ചാൽ അഴിവില്ലാത്തത്. തമാഹു പരമാം ഗതി, അത് തന്നെ പരമമായ ഗതി. തദ്വിഷ്ണോഹോ പരമം പദം യം പ്രാപ്യ, അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ന നിവർത്തന്തേ, വീണ്ടും തിരിച്ചു വരില്ല. എന്നാണ് തദ്ധാമ പരമം, അത് തന്നെ എന്റെ വൈകുണ്ഠം. ഭഗവാൻ പറഞ്ഞത്, ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനൊന്നും ബാക്കിയില്ലയോ, ഏതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പ്രാപിക്കാനൊന്നുമില്ലയോ, ഏതൊന്നിനെ നേടിയെടുത്തു കഴിഞ്ഞാൽ പുനർജന്മം മരണം മുതലായിട്ടുള്ള ചക്രങ്ങളില്ലയോ, ഏതൊന്ന് അഖണ്ഡമോ പൂർണ്ണമോ ജനനമരണമില്ലാത്തതോ ലിംഗാദി ഭേദങ്ങളില്ലാത്തതോ ആ പൂർണ്ണധാമം ആണ് അർജുന പുരുഷോത്തമൻ എന്ന് പറയണത്. ആ ഭഗവത് പദത്തിനെ, ഭഗവാന്റെ ധാമത്തിനെ ഭഗവാൻ ഇവിടെ വർണ്ണിച്ചു. അതാണ് ഭാഗവതം തുടങ്ങുമ്പോ ധാമുനാസ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. ധാംനാസ്വേന സദാ നിരസ്ത കുഹകം, ഒരു മറയുമില്ലാതെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ധാമം. അത് പ്രകാശിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളും ഒക്കെ പ്രകാശിക്കുന്നത്. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആ പരമധാമത്തിനെ ഭഗവാൻ ഇവിടെ വർണ്ണിച്ചു. ഇനി നോക്കൂ, ശരി, ആ പരമധാമത്തിനെ എങ്ങനെ പ്രാപിക്കും ഭഗവാൻ? ഏതോ ഒരു സ്ഥലം പറഞ്ഞു, എങ്ങനെ പോണമെന്ന് അറിയില്ല. ഏതോ ഒരു പരമധാമം പറഞ്ഞു, അതെങ്ങനെ പ്രാപിക്കണം എന്നറിയില്ല. ആ പരമധാമത്തിനെ പ്രാപിക്കാനുള്ള വഴിയും കൂടെ ഒന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, നോക്കാം. പുരുഷ സപരഃ പാർത്ഥ
ഭക്ത്യാലഭ്യസ്ത്വനന്യയാ യസ്യാന്തസ്ഥാനി ഭൂതാനി ഏന സർവമിദം തതം. വളരെ ലളിതമാക്കി. ഹേ പാർത്ഥ, നിങ്ങളൊക്കെ ഈ ജീവരാശികളൊക്കെ എന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ആ പരമേശ്വരന്റെ ഉള്ളിൽ തന്നെ ഗുംഭിതമായിട്ട് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലും പുറത്തുമൊക്കെ ആ പരമപുരുഷൻ വ്യാപിച്ചിരിക്കണമെന്ന്. എന്നിട്ട് കാണാൻ വയ്യല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം എന്ന് പറഞ്ഞു കുന്തി. അന്തർബഹിരവസ്ഥിതം, ഉള്ളിലും പുറമെയൊക്കെ നിറഞ്ഞു നിൽക്കണു. പിന്നെ എന്താ കാണാത്ത? അലക്ഷ്യം, അവഗണിച്ചു എന്നാണ്, കണ്ടില്ല, കൂട്ടാക്കിയില്ല എന്നിട്ട്. ഒരു മത്സ്യം ചോദിച്ചു അത്രേ, വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മത്സ്യം, കടലിലുള്ള മത്സ്യം ചോദിക്കുകയാണ് വെള്ളം എന്ന് വെച്ചാൽ എന്താ? അപ്പൊ മീനിനോട് പറഞ്ഞോടൂ, തന്റെ ഉള്ളിലും വെള്ളമാണ്, പുറത്തും വെള്ളമാണ്. ഇനി മനസ്സിലാവണില്ല. എന്താന്ന് വെച്ചാൽ കാണണമെങ്കിൽ ഡിസ്റ്റൻസ് വേണമല്ലോ. പുറത്തു വന്നാലേ കാണാൻ പറ്റുള്ളൂ. പുറത്തു വന്നാൽ പിന്നെ അകത്ത് പോണം. ഹരിഹി ജഷാണാമിവ തോയമീപ്സിതം. ഭഗവാൻ ആരാന്ന് വെച്ചാൽ വെള്ളം, മത്സ്യത്തിന് വെള്ളം പോലെയാണ് നമുക്ക്. ഉള്ളും പുറവും ഒക്കെ നിറഞ്ഞു നിൽക്കണം. എന്നിട്ടോ എവിടെ 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 കാണാൻ? ഭഗവാനല്ലേ ഉള്ളത്, കാണാൻ വയ്യല്ലോ. കാണുന്നവൻ ആരാ? കാണുന്ന കണ്ണിന് കണ്ണായിരിക്കുന്ന വസ്തു എന്താണ്? സാക്ഷിയായി പ്രകാശ ചിദ്വസ്തുവായി ഏതൊന്നാണ് കണ്ണിലൂടെ കാണുന്നത്? കാണപ്പെടുക എന്നുള്ള പ്രോസസ് എന്താണ്? ശരി, ആ പരമപുരുഷനെ എങ്ങനെ കാണും? ഭക്ത്യാലഭ്യ, ശരണാഗതി ചെയ്യുന്നു, ഭക്തി ചെയ്യുന്നു. പ്രേമഭക്തി ഹൃദയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അനന്യഭക്തി. അനന്യഭക്തി എന്താ? കുമിള കടലിനെ അറിയാൻ ഒരു കുമിളയ്ക്ക് എന്താ വഴി? കടലായിട്ട് തീരണം. കുമിള കടലിൽ നിന്ന് പൊന്തി അങ്ങനെ തത്തിക്കളിച്ചുകൊണ്ട് സമുദ്രം എന്താണ്? എനിക്ക് സമുദ്രത്തിനെ ടേസ്റ്റ് ചെയ്യണം എന്ന് പറയാണ്. ഒറ്റ വഴിയേ ഉള്ളൂ, സമുദ്രത്തിൽ വീഴണം. ഉപ്പുപാവ സമുദ്രത്തിന്റെ ആഴം നോക്കാൻ പോയ പോലെ പോകും. പിന്നെ തിരിച്ചു വന്നിട്ട് പറയാൻ പറ്റുമോ? ഒരു ഉപ്പുപാവ വന്നിട്ട് പറയാണ് ഞാൻ 3-4 സമുദ്രത്തിൽ സ്നാനം ചെയ്തിട്ടാണ് വരണതെന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ? അതുമായിട്ട് ഏകീഭവതി. ഇവിടെ ഭക്തി അത് തന്നെ. അനന്യഭക്തി എന്ന് വെച്ചാൽ അന്യമായിട്ട് നിൽക്കണില്ല എന്നർത്ഥം. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് നിൽക്കണില്ല, ഭഗവാൻ എന്ന് പിരിഞ്ഞു നിൽക്കണില്ല. പുരുഷസ്സ പരഃപാർത്ഥ ഭക്ത്യാലഭ്യ തു അനന്യയ നതു അന്യയ അനന്യയ ഭക്ത്യ. ആ പരമേശ്വരൻ നിന്ന് എത്ര നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി സ ഭൂമാ. എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി അന്യത് വിജാനാതി തദൽപം ഭൂമേവ അമൃതം നാൽപേ സുഖമസ്തി. ബൃഹദാരണ്യകോപനിഷത്ത് യാജ്ഞവൽ പറഞ്ഞു കൊടുത്തു, നാരദന് സനത്കുമാരൻ പറഞ്ഞു കൊടുത്തു, എവിടെ അന്യം കാണുന്നുണ്ടോ, അന്യത്തിനെ മണക്കുന്നുണ്ടോ, അന്യത്തിനെ രുചിക്കുന്നുണ്ടോ അവിടെ അല്പമാണ്. എവിടെ അന്യമേ ഇല്ലയോ സകലതും ആത്മൈവ ഇതം സർവം, എല്ലാം എപ്പോ ആത്മസ്വരൂപമായിട്ട് അറിയപ്പെടുന്നുവോ അപ്പൊ പൂർണ്ണമായി. അതാണ് അനന്യഭക്തി എന്ന് പറയുന്നത്. അന്യമേ ഇല്ല. ആ പരമേശ്വരനിൽ നിന്നും അന്യമായിട്ട് നിന്നാൽ അവൻ പശുരേവസഹ എന്നാണ് ശ്രുതി പറയുന്നത്. അവൻ പശുവാണെന്നാണ്. അനന്യഭക്ത്യ ആചാര്യസ്വാമിയുടെ ഭാഷ്യം ജ്ഞാനലക്ഷണയാ ഭക്ത്യ, ആത്മവിഷയ ഭക്ത്യ, ആത്മവിഷയമായ ഭക്തി കൊണ്ട് സലഭ്യ. ആ ഭഗവാനെ ആത്മസ്വരൂപമായി അറിഞ്ഞുകൊണ്ട് തന്നിൽ എന്താന്ന് വെച്ചാൽ ജ്ഞാനീതു ആത്മൈവമേ മതം എന്ന് പറഞ്ഞു. ജ്ഞാനി ആത്മാ തന്നെയാണ്, ജ്ഞാനി എന്നിൽ നിന്ന് അന്യനല്ല എന്ന് പറഞ്ഞു. ഭഗവാനിൽ നിന്ന് ഞാൻ പിരിഞ്ഞു നിൽക്കണില്ല, കുമിള സമുദ്രത്തിൽ നിന്ന് പിരിഞ്ഞു നിൽക്കണില്ല. അതുപോലെ അഖണ്ഡാകാരമായി തീരുന്ന ഭക്തി കൊണ്ട്
അവൻ അറിയുന്നു. ഏന സർവമിതം തതം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണുവിനെ തന്റെ തന്നെ സ്വരൂപമായിട്ട് അറിയുന്നു. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യത്തെ സ്ഥാവരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്ത്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോ അയാൾക്ക് പിന്നീട് ജനനം മരണമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ന നിരോധോ ന ച ഉത്പത്തി ന ബദ്ധോ ന ച സാധകഃ ന മുമുക്ഷുഃ ന വൈ മുക്തഃ ഇത്യേഷാ പരമാർത്ഥത. ഈ ശ്ലോകത്തിന് അർത്ഥം പറയാതിരിക്കുന്നതാണ് നല്ലത്. ശ്ലോകമായിട്ട് അവിടെ ഇരിക്കുന്നത് ഗൗഡപാദാചാര്യർ പറഞ്ഞു. അവൻ സൃഷ്ടിയെ ജയിച്ചവനാണ്. അവന് മുക്തി ബന്ധമൊക്കെ പോയി. നിത്യമുക്തമായ ആത്മാ സദാ പ്രകാശിക്കുന്നു. അവന് ആവൃത്തിയും ജനനവും യാത്രയും ചലനവും ഒന്നുമില്ല. അവൻ ഇവിടെ തന്നെ പൂർണ്ണമാവുന്നു. ഇവിടെ തന്നെ അവൻ ആകാശശരീരിയായിട്ട് തീരുന്നു, പൂർണ്ണനായിട്ട് തീരുന്നു. പ്രാണവേശിതമായ ബ്രഹ്മത്തെ ധ്യാനം ചെയ്യുന്നവരും കാലാനുക്രമത്തിൽ മുക്തിയെ പ്രാപിക്കുന്നവരുമായ ഈ പ്രകൃതിയിൽ പറയപ്പെടുന്ന യോഗികൾക്ക് ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി ഉത്തരായണ മാർഗത്തെ ഉപദേശിക്കുക ആവശ്യമാകുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി ഭഗവാൻ എത്ര കാലേ എന്ന ശ്ലോകം ആരംഭിക്കുന്നു. നോക്കൂ, ഇത്രയും പറഞ്ഞിട്ട് ഇനിയിപ്പോ മുമ്പ് പറഞ്ഞല്ലോ ക്രമമുക്തി, ആ യോഗികളുടെ യാത്രാ സമയങ്ങളെയൊക്കെ പറയാണ്. ഇതൊക്കെ വേദപ്രതിപാദ്യമായ ദേവയാന മാർഗത്തിലെ ചില കാര്യങ്ങളാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം. അവസാനം ഈ ശ്ലോകം നമ്മൾ വായിച്ച അർത്ഥം പറഞ്ഞ് ഗീതായജ്ഞം സമർപ്പിക്കാം. നമ്മൾ ഒരു കാര്യം അറിഞ്ഞാൽ മതി, സകല ശാസ്ത്രങ്ങളുടെയും സാരം ആത്മജ്ഞാനം എന്നുള്ളതിൽ അവസാനിക്കണം. എല്ലാത്തിന്റെയും ലക്ഷ്യം അതാണ്. അവനവന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ശരീരമല്ല, ശരീരം വളരുന്നു, പരിണമിക്കുന്നു, നശിക്കുന്നു, ശരീരത്തിൽ നിന്ന് അന്യമായി ഞാൻ എന്നുള്ള അനുഭവം എല്ലാവർക്കും സിദ്ധാണ്. ഈ ഞാൻ എന്നുള്ള അനുഭവം കൈയോ കാലോ തലയോ ഒന്നുമല്ല, മനസ്സോ ബുദ്ധിയോ അല്ല. പിന്നെ ഈ ഞാൻ എന്നുള്ളത് എന്താണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ അഖണ്ഡമായ പൂർണ്ണമായ ചിത്ത് ചൈതന്യം ഹൃദയത്തിൽ പ്രകാശിക്കും. ആ ശിവം അതാണ് എന്റെ സ്വരൂപം, ബ്രഹ്മമാണ് ഞാൻ എന്നുള്ള അനുഭവം ഹൃദയത്തിൽ ഉണ്ടാവും. ഇതാണ് സർവശാസ്ത്രത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് യാത്ര ചെയ്യാൻ പുറപ്പെട്ട ജീവൻ ഒരുപക്ഷെ ഈ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഭയപ്പെടാനൊന്നുമില്ല. വീണ്ടും ഈ ദുഃഖാലയത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. നടുവിൽ ഒരുപാട് യാത്രാസ്ഥലങ്ങൾ, ദിവ്യമായ ക്ഷേത്രങ്ങളുണ്ട്. ഇതൊരു ദിവ്യമായ തീർത്ഥയാത്രയാണ് എന്ന സമാശ്വാസനത്തിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയണം. ഇവിടുന്ന് വിട്ടു ഇല്ലത്തുനിന്ന് വിട്ടു അമ്മാ തൊട്ട് എത്തിയില്ല എന്നാവില്ല എന്നർത്ഥം. ഇല്ലത്തുനിന്ന് വിട്ടാ ഇല്ലത്തില് ഉണ്ണാനും ഉടുക്കാനും ഇല്ല, പോണ വഴിയിലെല്ലാം കിട്ടും, ഒന്നും ഭയപ്പെടാനില്ല. ഇവിടെയാണ് ദുഃഖാലയം അശാശ്വതം. ഈ സ്ഥലത്ത് നമ്മളെ പുറപ്പെടുവിക്കാനാണ് ഭഗവാൻ ദുഃഖാലയം അശാശ്വതം എന്ന് പറഞ്ഞിട്ട് പോണ വഴിയിലുള്ള പിതൃയോഗം, ദേവലോകം, കർമ്മദേവന്മാരുടെ ലോകം, ഗന്ധർവലോകം, സിദ്ധചാരണന്മാരുടെ ലോകം ഒക്കെ മേലെയുള്ള ലോകങ്ങളാണ്. ഇതൊക്കെ ഈ ലോകത്തിനേക്കാളും ശ്രേഷ്ഠമായ ലോകങ്ങളാണ്. ഇവിടുത്തെ അത്രയും ദുഃഖത്തിന്റെ വിഷമല്ല അവിടെ. ഇവിടെയുള്ള ഏറ്റവും സുഖമായി ജീവിക്കുന്ന ആളെ ഉപനിഷത്ത് പറഞ്ഞു. യുവാ സ്യാത് സാധു യുവാധ്യായകഃ ആശിഷ്ടോ ദൃഢിഷ്ഠോ ബലിഷ്ഠഃ തസ്യേയം പൃഥിവീ സർവാ വിത്തസ്യ പൂർണ്ണാ സ്യാത് സയേകോ മാനുഷ ആനന്ദഃ. ഒരു ഹ്യൂമൻ ഫുൾഫിൽമെന്റിന്റെ ഹയസ്റ്റ്. അയാൾക്ക് ധാരാളം സ്ഥലമുണ്ട്, ധാരാളം പണമുണ്ട്, നല്ല കുടുംബമുണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്, നല്ല കുട്ടികളുണ്ട്, പറഞ്ഞാൽ കേൾക്കണ കുട്ടികളുണ്ട്, എല്ലാം ധർമ്മത്തിനനുസരിച്ച് നിൽക്കണു. ഇയാൾക്കും നല്ല ശാസ്ത്രജ്ഞാനുണ്ട്, ഇയാളും ധർമ്മത്തിനനുസരിച്ച് നിൽക്കണു. ഇയാൾക്ക് നല്ല സുഖമുണ്ട്, സംതൃപ്തിയുണ്ട്. സംതൃപ്തമായ ഒരു ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് കാക്ഷിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അത് പറഞ്ഞിട്ട് പറയാണ് ഇതിന്റെ 100 ഇരട്ടിയാണ് ഗന്ധർവന്മാരുടെ എന്ന് പറഞ്ഞു.
അതിന്റെ ഒരു നൂറിരട്ടി പിതൃക്കളുടെ, ഗന്ധർവന്മാരുടെ, കർമ്മദേവന്മാരുടെ, ദേവന്മാരുടെ ഇതൊക്കെ 100 മടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ പോവാണ്. ഇന്ദ്രന്റെ, ബൃഹസ്പതിയുടെ, പ്രജാപതിയുടെ. അപ്പൊ ഒന്നും നഷ്ടാവാനില്ല എന്നർത്ഥം. 10ാം ക്ലാസ്സിൽ തോറ്റാലും 4ാം ക്ലാസ്സിന് പഠിപ്പിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 10ാം ക്ലാസ്സിൽ തോറ്റവനാണെങ്കിലും 4ാം ക്ലാസ്സിന് ക്ലാസ് എടുത്തു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം. അതുകൊണ്ട് ചരൈവേതി 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 നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചരൈവേതി. നോക്കൂ അടുത്ത ശ്ലോകം. യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതായാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. ഹേ ഭരതർഷഭ, ഭരതശ്രേഷ്ഠ, എത്ര കാലേതു, ഏതു കാലത്തിലാണോ, പ്രയാത ഇവിടുന്ന് പുറപ്പെട്ടു പോയ ആള്, ശരീരം വിട്ടുപോയ യോഗി, സാധാരണ ആളുകളുടെ അല്ല. നല്ലവണ്ണം ഓർത്തോളണം, ഈ ഉത്തരായണ ദക്ഷിണായന കാലമൊന്നും സാധാരണ ആളുകൾക്ക് വിഷയമല്ല. നമ്മളിപ്പോ പറയും ഉത്തരായണ കാലത്ത് മരിച്ചു വളരെ നന്നായി, ദക്ഷിണായന കാലത്ത് മരിച്ചു വിഷമാണ്, അമാവാസ ദിവസം പോയി എന്നൊക്കെ പറയും. അതൊന്നും കാര്യമില്ല. ഇവർ യോഗികളാണെങ്കിൽ മാത്രമേ ഈ കാലക്കണക്കൊക്കെ പ്രയോജനമുള്ളൂ. അല്ലാത്ത ആളുകള് മഹാപാപിയായിട്ടുള്ളവൻ ഉത്തരായണ കാലത്തിൽ പൗർണമി ദിവസം മരിച്ചത് കൊണ്ട് മുക്തനൊന്നും ആവില്ല. ഇത് യോഗികളുടെ കണക്ക് മാത്രമാണ്. അപ്പൊ ആ കണക്ക് നോക്കാം. അത് ഹേ അർജുന ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക. യോഗിനഹ എന്ന ശബ്ദം കൊണ്ട് കർമ്മനിഷ്ഠന്മാർ എന്നും ധ്യാനനിഷ്ഠന്മാർ എന്നും പറയപ്പെടുന്നു. അതായത് ഇവിടെ കർമ്മകാണ്ഡ അനുഷ്ഠാനങ്ങൾ, വേദ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രവൃത്തിനിഷ്ഠന്മാരായി, ശ്രോത്രിയന്മാരായി നല്ലവണ്ണം വേദാധ്യയനം ചെയ്ത് അഗ്നിഹോത്രമോ ഔപാസനമോ ബ്രഹ്മയജ്ഞം മുതലായ കർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ഫലേച്ഛയില്ലാതെ ഇരിക്കുന്നവരും ഫലകാമനം പോകാത്തവരും 2 കൂട്ടരുണ്ട്. അവര് പണത്തിന് വേണ്ടിയൊന്നും അലഞ്ഞു നടന്നില്ല, ഒന്നും കിട്ടാൻ വേണ്ടി ഓടി നടന്നില്ല, ഒരാഗ്രഹവുമില്ല, വേദം പറഞ്ഞ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നവരും. അവരുടെ കാര്യമാണ് ഇവിടെ കണക്കിലെടുക്കണത് എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷ്യം. അല്ലാതെ സാധാരണ ആളുകളുടെ കാര്യത്തില് പറയാൻ അഭിപ്രായമൊന്നുമില്ല എന്നാണ് നമുക്ക്. യൂയം യൂയം വയം വയം എന്നാണ്. അപ്പോ നോക്കും അടുത്ത ശ്ലോകം നോക്കൂ. അഗ്നിജ്യോതിരഃ ശുക്ലഃ ഷണ്മാസാവുത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോ ജനാഃ. അഗ്നി, അഗ്നി അഭിമാന ദേവത. ജ്യോതി, അർച്ചിസിനെ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ദേവത. അഹഹ, പകലിനെ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ദേവത. ശുക്ല, ശുക്ലപക്ഷ അഭിമാനിയായ ദേവത. ഷണ്മാസാഹ ഉത്തരായണം, അതായത് ധനുർമാസം തൊട്ട് തുടങ്ങി 6 മാസം, അങ്ങനെ 6 മാസം ഉത്തരായണ കാലം, ഉത്തരായണ അഭിമാനിയായ ദേവത. തത്ര പ്രയാത, ആ കാലങ്ങളിൽ പുറപ്പെടുന്നവര് എന്നുവെച്ചാൽ ശരീരം വിട്ടുപോകുന്ന യോഗികൾ ബ്രഹ്മഗച്ഛന്തി എന്നാണ്. എന്നുവെച്ചാൽ അവര് ബ്രഹ്മത്തിനെ പ്രാപിക്കുന്നു, അവർ ബ്രഹ്മജ്ഞാനികളാവുന്നു ക്രമേണ എന്നർത്ഥം. അഗ്നി കാലാഭിമാനിയായ ദേവതയാകുന്നു, അതുപോലെ തന്നെ ജ്യോതിസ്, ഇതൊക്കെ ഈ കാലത്തില് ഇവര് മരണത്തെ പ്രാപിക്കുന്ന ഉപാസകന്മാർ ക്രമേണ ബ്രഹ്മപദം പ്രാപിക്കുന്നു. ജീവൻ മുക്തന്മാരുടെ കാര്യമല്ല. ജീവൻ മുക്തന്മാര് ഇവിടെ തന്നെ പ്രാപിച്ചവരാണ്. ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ നതസ്യ പ്രാണാഹ ഉത്ക്രാമന്തി, അവരുടെ പ്രാണൻ പുറത്തൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ പൂർണ്ണമാവണം. ഈ ക്രമമായിട്ട് പോകുന്ന ആളുകാര് ഏത് സമയത്ത് പുറപ്പെടും. നമ്മളിപ്പോ രാഹുകാലം അത് ഇതൊക്കെ നോക്കിയിട്ട് പുറപ്പെടില്ലേ, അതുപോലെ യോഗികൾ പുറപ്പെടുന്നതാണ്. ഇവിടുന്ന്
വിദേഹമുക്തിക്ക് തയ്യാറായിട്ട് ഈ കാലം നോക്കി അവർക്ക് അഗ്നി വഴി കാണിച്ചു കൊടുക്കാൻ അഗ്നിയുടെ സൂക്ഷ്മ ദേവതകൾ ഉണ്ടാവും അത്രേ മുമ്പില്. പല യോഗികളും അഗ്നി, വേദ സമ്പ്രദായത്തിൽ അഗ്നി മുഖ്യമാണ്. അഗ്നി എല്ലാ വീട്ടിലും ഉണ്ടാവും. പഴയ കാലത്ത് ഔപാസനം എല്ലാവർക്കും ഉണ്ടാവും. ഔപാസനമൊക്കെ പോയപ്പോഴാണ് ഈ നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി വെക്കാന്നുള്ളത് വന്നത്. ഔപാസനം എന്നുള്ള കർമ്മം ബ്രാഹ്മണർക്ക് മാത്രമല്ല ത്രൈവർണികന്മാർക്കും ഉണ്ടായിരുന്നു. ആ അഗ്നിയിൽ തന്നെയാണ് ഈ ശരീരത്തിനെ എരിച്ചു കളയുക അവസാനമാകുമ്പോ. ആ അഗ്നിയെ 2 കാലവും ഉപാസിക്കും. ആ ഉപാസനാഗ്നിയോടുകൂടെയാണ് ഒരു ഗൃഹസ്ഥൻ ജീവിക്കുന്നത്. സ്ത്രീയും പുരുഷനും കൂടെ അഗ്നിയെ ഉപാസിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പേരാണ് വിവാഹം. അല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്താൽ വിവാഹം ആവില്ല എന്നാണ്. അതിൽ സ്ത്രീക്കാണ് മുൻതൂക്കം. പുരുഷനില്ലെങ്കിലും, പുരുഷൻ എവിടെയെങ്കിലുമൊക്കെ പോയാലും ആ അമ്മയ്ക്ക് അഗ്നികാര്യം ചെയ്യാം. പക്ഷെ ആ അമ്മ ഇല്ലെങ്കിൽ ഇയാൾക്ക് അഗ്നികാര്യം ചെയ്യാൻ പറ്റില്ല. എത്ര പ്രാധാന്യം കൊടുത്തിരിക്കണം നോക്കണം. പത്നി ഇല്ലെങ്കിൽ ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇയാളില്ലെങ്കിൽ ആ അമ്മയ്ക്ക് ചെയ്യാം. ലാജട്ട് മന്ത്രജൊല്ലി ലാജടാം. അങ്ങനെ ആ അഗ്നിയെ വെച്ചുകൊണ്ട് ആ അഗ്നിയിൽ തന്നെയാണ് അവസാനം ബ്രഹ്മമേധ സംസ്കാര വിധി പ്രകാരം നല്ല വൈദിക നിഷ്ഠന്മാരായിട്ടുള്ളവരെ സംസ്കരിക്കാം. അതൊരൊക്കെ ഒരു സമ്പ്രദായം. ഇതൊക്കെ സമ്പ്രദായം അറിയാൻ വേണ്ടി പറയുകയാണ്, അത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ കുറെ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. ഇതൊന്നും കാണാനുള്ള ഭാഗ്യം നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ വാക്കുകളെങ്കിലുമൊക്കെ നമ്മളുടെ ഓർമ്മയിൽ അവിടെ അവിടെ കിടക്കുമല്ലോ. അതിനുവേണ്ടി പറയണു, അത്രേ ഉള്ളൂ. ബ്രഹ്മമേധ സംസ്കാരം എന്നൊരു വാക്ക് എവിടെയോ കേട്ടു അല്ലേ, അത് ഉള്ളിൽ കിടക്കുമല്ലോ. അതിനുവേണ്ടി പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഔപാസനം, വൈശ്വദേവം, ബ്രഹ്മയജ്ഞം ഇത് സാധാരണ ഉണ്ടാവും. അഗ്നിഹോത്രം എന്ന് പറയുന്നത് അപൂർവം ഉണ്ടാവും. എന്നുവെച്ചാൽ അതിന് പശുബദ്ധം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് കൊണ്ട് എല്ലാവരും ചെയ്യില്ല അഗ്നിഹോത്രം. അങ്ങനെയൊക്കെ അഗ്നിയെ ഉപാസന ചെയ്യുന്നവർ, ചില യോഗികളൊക്കെ അഗ്നി ഉപാസകന്മാരായിരുന്നു. ഇപ്പോഴും വടക്ക് ദിക്കിൽ പോയാൽ പല യോഗികളും അഗ്നി എപ്പോഴുണ്ടാവും. നിങ്ങള് കുംഭമേളയ്ക്ക് പോയാൽ നാഗസന്യാസികൾക്കൊക്കെ അഗ്നിയുണ്ട്. 4 വശത്ത് അഗ്നി വെക്കും. ജടയുടെ മേലെ ഒരു ചട്ടിയിൽ ഒരു അഗ്നി വെക്കും. ഇതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലേ നമുക്ക് ഈ മാനേജ്മെന്റ് ഗുരുസിനല്ലേ അറിയുള്ളൂ. ഇപ്പോ ബിസിനസ് മാനേജ്മെന്റ് ഗുരുസ് എവിടെയാ? ബിസിനസ് മാനേജ്മെന്റിന് ഭഗവത്ഗീത പഠിപ്പിക്കണവരെ നമുക്ക് പറയുള്ളൂ. ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലേ ഗീതാർത്ഥം വല്ലതൊക്കെ മനസ്സിലാവുള്ളൂ. എന്താ ഈ അഗ്നിക്ക് ഇതിന് സംബന്ധം? അത് തന്നെ നമുക്ക് പിടിയില്ലാതായി. നമുക്കിപ്പോ അഗ്നി വേറെ ചില കാര്യത്തിനെ ഓർമ്മയുള്ളൂ. തലയിൽ ജടയിൽ അഗ്നി വെക്കും. ഇപ്പോഴും കാണാം. ഗംഗാതീരത്തിൽ പോയാൽ എപ്പോഴും കാണാം. 4 വശത്ത് അഗ്നി വെച്ച് തലയിൽ വെക്കും. പഞ്ചാഗ്നി തപസ് എന്ന് പറയും. അപ്പൊ അഗ്നിയുടെ സാന്നിധ്യം, ബ്രഹ്മചാരിക്ക് അഗ്നി വേണം, ഗൃഹസ്ഥന് അഗ്നി വേണം, ഒക്കെ അഗ്നി വേണമെന്നാണ്. എപ്പോഴാ ഈ അഗ്നി ഇല്ലാതാക്കണത് എന്ന് വെച്ചാൽ അഗ്നീൻ അപിബദീശ്വര. അഗ്നിഹോത്രമൊക്കെ ചെയ്ത് കഴിഞ്ഞ ആള് ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പാരിവ്രജ്യത്തിനായിട്ട് നിശ്ചയിച്ചിട്ടോ ഈ അഗ്നിയെ പ്രാജാപത്യഷ്ഠ ചെയ്ത് അങ്ങോട്ട് പാനം ചെയ്യും. ആ പാനം ചെയ്യുമ്പോഴാണ് അഗ്നിവർണ്ണത്തിലുള്ള വസ്ത്രം ഉടക്കുന്നത്. അതിനാണ് സന്യാസം എന്ന് പേര്. അഗ്നിയെ ആത്മാവിൽ ആവാഹനം ചെയ്തതിന്റെ ഒരു പ്രതിനിധാനമായിട്ട് അഗ്നിവർണ്ണത്തോടുകൂടിയുള്ള വസ്ത്രത്തിനെ ധരിച്ചും കൊണ്ട് ഇയാൾ നിവൃത്തനാവുകയാണ് അഗ്നികാര്യത്തിൽ നിന്നും സന്യാസത്തിനായിട്ട്. സന്യാസിയാവാൻ അപ്പോഴും ചിലർ അഗ്നി വെച്ചോണ്ടിരിക്കുന്നു അല്ലേ. ഇപ്പൊ ഷിർഡി ബാബ അഗ്നി എപ്പോഴും അധ്വനി എന്ന് പറഞ്ഞിട്ട് ആ അഗ്നി എപ്പോഴും വെച്ചോണ്ട് 3 നേരമോ 5 നേരമോ മറ്റോ അഗ്നിയുടെ മുമ്പിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്യും. ആർക്കും ഒന്നും മനസ്സിലാവില്ല അത് എന്താ ചെയ്യണം, എന്തിനാ അത് ചെയ്യണം. ആ അഗ്നിയിൽ ചില ആഹുതിയൊക്കെ അർപ്പിക്കും, എന്തൊക്കെയോ ചെയ്യും അദ്ദേഹം. എന്തിനാ അപ്പൊ ഇതൊന്നും ഈ ഒക്കെ കടന്നുപോയ ഒരാൾ എന്തിനായി ചെയ്യണമെന്ന് വെച്ചാൽ അഗ്നി അഭിമാനിയായ ദേവതയെ പിടിക്കുക അത്രേ. ഇവർക്കൊക്കെ ജീവനുണ്ടേ. 5 പേര് മുഖ്യമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ജലം, അഗ്നി, ആകാശം, വായു, ഭൂമി അല്ലേ. ഈ 5ഉമായിട്ട് സമ്പർക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് നാച്ചുറൽ ലൈഫ്. നമുക്കിപ്പോ 5ഉമായിട്ട് സമ്പർക്കമില്ല. നമുക്കുള്ളത് എത്ര കൊച്ചനാഗ്നി എന്നോ എന്തോ പറയും അതിന്. അതായത് ഗ്യാസിലുള്ളത് അത് അഗ്നിയേ അല്ല, ശരിയായ അഗ്നിയല്ല അത്. തീ എന്ന് പറയണത് ഇപ്പൊ പുളിവിറക്ക് കൊണ്ട് തീ ഉണ്ടാക്കിയാൽ ആ പുളിവിറകാണ് തീയായിട്ട് മാറണത്.
അതിന്റെ സയൻസ് നമുക്ക് വളരെ സിമ്പിളാണ്. ആ തീ എന്ന് പറയുന്നത് പുളിവിറകിലുള്ള ആ വിറകുണ്ടല്ലോ, ആ പുളിയാണ് തീയായിട്ട് മാറുന്നത്. പ്ലാവിട്ടാൽ പ്ലാവാണ് തീയായിട്ട് മാറുന്നത്. തേക്കിട്ടാൽ തേക്കാണ് തീയായിട്ട് മാറുന്നത്. ഇപ്പൊ നിങ്ങൾ പെട്രോളിയമാണ് തിന്നണത്. ആ പുളിവിറകിന്റെ അഗ്നി പാത്രത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോ ആ പുളിവിറകിന്റെ അഗ്നിയാണ് പാത്രത്തിൽ പ്രവേശിച്ച് അരിയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ദൂഷ്യമില്ലല്ലോ. ഇതിപ്പോ പെട്രോളിയം ഫയറാണ് പാത്രത്തിൽ പ്രവേശിച്ച് നമ്മളും ഗുഡുഗുഡു വണ്ടിയും ഒരു വ്യത്യാസവും ഇല്ല എന്നർത്ഥം. അതും പെട്രോൾ കുടിച്ചിട്ടാണ് ഓടുന്നത്, നമ്മളും പെട്രോൾ കുടിച്ചിട്ടാണ് ഓടുന്നത് എന്നർത്ഥം. പെട്രോളാണ് ഉള്ളിൽ പോണത്. ഒന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ, അത്രയേ ഉള്ളൂ. ഇതിപ്പോ വളരെ എളുപ്പമായി ഇങ്ങനെ ആക്കി ടക്ക് ടക്കെന്ന് പറഞ്ഞത് അഗ്നി വന്നു നീല കളറില്. കാളീ കരാളീ ച മനോജവാച സുലോഹിതായാച സുധൂമ്രവർണാ സ്ഫുലിംഗിനി വിശ്വരുചീ ച ദേവി ലേലായമാന ഇതി സപ്തജിഹ്വാഹ. 7 കളറില് ആ അഗ്നി വരണമെന്നാണ്. അതൊക്കെ സമിത്തിട്ട് കഴിഞ്ഞാല് 7 കളറിൽ അവൾ നർത്തനം ചെയ്തുകൊണ്ട് വരും അത്രേ. എന്നിട്ട് നടുവിലായിട്ട് അങ്ങനെ ആഹുതി അർപ്പിച്ചു കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. അഗ്നി, സൂര്യൻ, നക്ഷത്രങ്ങൾ, ഇങ്ങനെ അർച്ചിസ്, പകല്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ദേവതകളാണെന്നാണ്. നമുക്ക് എല്ലാം ദിവ്യമാണ്. വേദത്തില് സകലതും ദിവ്യമാണ്. സർവത്ര ദേവതകളുണ്ട്, ഋഷികളുണ്ട്. അങ്ങനെ പോകുന്നവർ തിരിച്ചു വരണില്ല എന്നാണ്. ഇനിയിപ്പോ പുകയന്മാരുടെ കഥയാണ് പറയണത് അടുത്തത്. നോക്കൂ. ധൂമോ രാത്രിസ്തദാ കൃഷ്ണ ഷണ്മാസാ ദക്ഷിണായനം തത്ര സാന്ദ്രമസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തത്തെ. ധൂമ എന്ന് വെച്ചാൽ പുക, രാത്രി ഇരുട്ട്, രാത്രി സമയം, തഥാ കൃഷ്ണ കൃഷ്ണപക്ഷം, പൗർണമിക്ക് ശേഷമുള്ള കാലം, അമാവാസ്യ വരെ, ഷണ്മാസാഹ ദക്ഷിണായനമ ദക്ഷിണായന കാലം. തത്ര ആ കാലത്തിൽ പോകുന്ന യോഗി ഉണ്ടല്ലോ ചന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. സൂര്യമണ്ഡലത്തിലേക്കല്ല, ചന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു. മനസ്സും ചന്ദ്രനുമാണല്ലോ സംബന്ധം. മനോമയമായ സൂക്ഷ്മരൂപം സ്വീകരിച്ച് പിതൃയാനം വഴി പിതൃമണ്ഡലത്തിലേക്ക് പോയിട്ട് നിവർത്തത, കുറച്ചു കാലം പിതൃക്കളായിട്ട് ഇരുന്ന് അവിടെ സുഖമൊക്കെ അനുഭവിച്ചിട്ട് പിന്നീട് തിരിച്ച് വരും. ഇയാള് പോയി പിതൃലോകത്തിലേക്ക്. ഇയാളുടെ പൂർവ്വ ശരീരത്തിനോട് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രേതശരീരത്തിനാണ് ഇവിടെ പിണ്ടാദി സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യണത്. അത് വേറൊരു ശാസ്ത്രമാണ്. എന്തിനാ അതൊക്കെ ചെയ്യണത്? അതിന് വേറെ കാര്യമാണ്. അതിന് സംബന്ധമില്ല. ഇയാള് പോയി, ഇയാള് പിതൃലോകത്തിലേക്ക് പോയി. ഇയാളുടെ ക്ഷരപുരുഷനുണ്ടല്ലോ, ഇയാളുടെ ശരീരത്തിനോട് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രേതശരീരം എന്ന് പറയുന്നത്, അതിനെയാണ് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നി കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കുറച്ച് കുറച്ച് അവശേഷിച്ച് നിൽക്കുന്ന. അതൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഋഷികൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതൊന്നും കൂടുതൽ അറിയാൻ പോകേണ്ട ആവശ്യമില്ല, നമ്മള് അനുസരിച്ചാൽ മാത്രം മതി. അപ്പോ അയാള് പിതൃലോകത്തിലേക്ക് പോയി നിവർത്തതയെ തിരിച്ചു വരുന്നു. നിഷ്കാമമായ കർമ്മത്തോടുകൂടിയ ഭഗവത് ഉപാസനയെ ചെയ്യുന്ന യോഗി ഓരോരോ ലോകത്തെ പ്രാപിച്ച് അതാത് ലോകങ്ങളിൽ സ്വല്പകാലം ഇരുന്ന് ക്രമേണ മുക്തിയെ പ്രാപിക്കുന്നതിനാൽ അതിന് ക്രമമുക്തി എന്ന് പേര് പറയുന്നു. എന്നാൽ ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്തവർ ഈ ശ്ലോകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ധൂമാദി മാർഗം എന്ന് വെച്ചാൽ അവ്യക്ത മാർഗമാണ്. അവരുടെ ആഗ്രഹമുള്ളതുകൊണ്ട് മനസ്സിലുള്ള തോട്ട്സ്, ഡിസയേഴ്സ്, അതാണ് ധൂമം, പുക. അതിലൂടെ പോയിട്ട് ആഗ്രഹങ്ങളെയൊക്കെ ഓരോ പ്ലെയിനിൽ സാധിക്കും. സ്വപ്നത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ സാധിക്കണില്ലേ പല ആഗ്രഹങ്ങളും. അതുപോലെ അതാത് മണ്ഡലങ്ങളിലെ ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ചിട്ട് സ്വർഗാദി സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ച് വരും.
വീണ്ടും ഇവിടെ വന്നിട്ട് അതാത് ഫാമിലീസിൽ കുടുംബത്തിൽ തെരഞ്ഞെടുത്ത് വന്ന് ജനിക്കും. മഴ പെയ്യുമ്പോ കൂടെ വീഴും എന്നാണ്. പർജന്യന്റെ കൂടെ വരും. എന്നിട്ട് അന്നങ്ങളായിട്ട് ഓഷധികളായിട്ടൊക്കെ വന്ന് നിൽക്കും. അതിൽ അതാത് ഓഷധികളെ അതാത് പുരുഷൻ സെലക്ട് ചെയ്ത് ഭക്ഷിക്കും. ഇതൊക്കെ വളരെ വിചിത്ര ശാസ്ത്രമാണ്. എന്നിട്ട് ആ പുരുഷന്റെ ഉള്ളിൽ പോയി ശുക്ലത്തിൽ പ്രവേശിക്കും. എല്ലാ ശുക്ലത്തിലൊന്നും ജീവനില്ലല്ലോ. പ്രജോത്പത്തിക്ക് ശക്തമായ ശുക്ലം ഉണ്ടായി ഇയാളുടെ ഉള്ളിൽ പ്രവേശിച്ച് ഇയാളുടെ ഉള്ളിൽ മനോരൂപത്തിൽ നിന്നുകൊണ്ട് സ്ത്രീയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് സമയമാവുമ്പോ ജനിക്കും. ഇങ്ങനെയാണ് പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത്. മഴ പെയ്യുമ്പോ മേഘത്തിന് കൂടെ വീഴും. ഓഷധികളുടെ ഉള്ളിൽ പ്രവേശിക്കും. പുരുഷന്റെ ശരീരത്തിൽ പ്രവേശിക്കും. സ്ത്രീയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് ലോകത്തിലേക്ക് വീണ്ടും വരും. പോയത് സർക്കിൾ അടിച്ച് സുഖമൊക്കെ അനുഭവിച്ച് തിരിച്ചു വന്നതാ. തിരിച്ചു വന്നു. ഇത് കൃഷ്ണമാർഗമാണ്. ആദ്യം പറഞ്ഞത് ശുക്ലമാർഗമാണ്. പോയി തിരിച്ചു വന്നില്ല, നേരെ പോയി ഏതൊക്കെയോ ഉയർന്ന ലോകങ്ങളിലൊക്കെ പോയി. അങ്ങനെ അയാൾക്കൊരു ആഗ്രഹവുമില്ലാത്തതുകൊണ്ട്, ഉപാസകനായതുകൊണ്ട് ആ ഭക്തിയുടെ ബലത്തിൽ മേലെ 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 കയറിപ്പോയി അവസാനം ഈ പ്ലെയിനിൽ ആത്മജ്ഞാനം നേടാൻ സാധിക്കാത്ത ആള് വേറെ ഏതോ പ്ലെയിനിൽ പോയി ജ്ഞാനം നേടിപ്പോയി, രക്ഷപ്പെട്ടു പോയി. ഇതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ജ്ഞാനിയാവാമെങ്കിൽ വേറെ എവിടെ ആയിക്കൂടാ? ഇവിടെ നിന്നാവുന്നു ചിലർ അമേരിക്കയിൽ പോയി ആവുന്നു, ചിലർ വേറെ എവിടെ പോയി ആവുന്നു. അതേപോലെ ഹയർ പ്ലെയിൻസ് ഏതോ ഒരു മണ്ഡലത്തിൽ പോയി അവിടുന്ന് ജ്ഞാനിയായി അയാൾ വിമുക്തനായി. ഇവിടുന്ന് ജ്ഞാനമൊന്നും നേടിയില്ല, ഉപാസനയൊക്കെ ചെയ്തു, ആഗ്രഹം ധാരാളം ഉണ്ട്, ശുദ്ധമായ ജീവിതം നയിച്ചു, അപ്പോഴും ഉയർന്ന ലോകത്തിൽ പോയി. അപ്പൊ എവിടേക്കോ പോയിട്ട് സുഖമൊക്കെ അനുഭവിച്ച് പിന്നെ തിരിച്ചു അതാത് കുടുംബത്തിലൊക്കെ വന്ന് ജനിക്കും. ഇനിയിപ്പോ ജ്ഞാനവും നേടിയില്ല, ഉപാസനയുമില്ല, ഭോഗവാസന മാത്രമാണെങ്കിൽ ഇവിടെ വല്ല പുഴുവോ പൂച്ചയോ മരവോ ചെടിയോ മൃഗോ നായോ പൂച്ചയോ ഒക്കെ ആയിട്ട് എന്ത് വേണമെങ്കിൽ ജനിക്കാം. സ്ഥാവരാന്ത അധോഗതി എന്നാണ്. എവിടെ വേണമെങ്കിൽ പോവാമെന്നാണ്. അവരുടെ കാര്യം ഇവിടെ എടുക്കണില്ല. ഇവിടെ ഉപാസകന്മാരുടെ വിഷയം മാത്രമാണ് ചർച്ച വിഷയം. ഈ കറുത്തതും വെളുത്തതുമായ മാർഗം ഉണ്ടല്ലോ, അനാദികാലം മുതൽ പ്രവൃത്തമാണ് അർജുന എന്നാണ്. നോക്കൂ, ശുക്ലകൃഷ്ണേ ഗതീഹ്യേതേ. ഇത് ബ്രഹ്മവിദ്യയെക്കാട്ടും കോംപ്ലക്സ് ആണ്. എന്നുവെച്ചാൽ ബ്രഹ്മവിദ്യ വളരെ യുക്തിയുക്തമാണ്. ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. ഇത് എടുക്കേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമാവില്ല എന്ന് വെച്ചാൽ പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ എടുക്കാനേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. ശുക്ലകൃഷ്ണേ ഗതീഹ്യേതേ ജഗത ശാശ്വതേ മതേ ഏകയാ യാത്യനാവൃത്യം അന്യയാ വർത്തതേ പുനഃ. ഈ ശുക്ലമാർഗവും കൃഷ്ണമാർഗവും ശാശ്വതമായി എല്ലാ കാലത്തും ഉള്ളതാണ്. ഒന്നിലൂടെ തിരിച്ചു വരാതെ പോകും, ഒന്നിലൂടെ തിരിച്ചു വരുമെന്ന്. അടുത്ത ശ്ലോകം. ഇതറിഞ്ഞപ്പോ എന്താ പ്രയോജനം? നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ഈ ഉള്ളിലുള്ള ആഗ്രഹത്തിന്റെ ജടിലത കണ്ട യോഗി ആഗ്രഹങ്ങളെ വളർത്തില്ല. ആഗ്രഹങ്ങളുള്ളവൻ മരിച്ചുപോയാലും രക്ഷപ്പെടാൻ പോകണില്ല എന്ന് ഇത് കണ്ട അയാൾക്കറിയാം. അതുകൊണ്ട് ആഗ്രഹങ്ങളുടെ ജടിലത, അതിന്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കിയ ആള് എന്ത് ചെയ്യണു എന്ന് വെച്ചാൽ ന മുഖ്യതി. അയാൾ മോഹത്തിൽ വീണു പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? സർവേഷു കാലേഷു, എപ്പോഴും ഹേ അർജുന യോഗയുക്തോ ഭവ, യോഗസ്ഥിതിയിൽ തന്നെ ഇരിക്കുക അർജുന. മനസ്സിന്റെ മണ്ഡലത്തിൽ വീണു പോകരുത് അർജുന. മനസ്സുമായി സമ്പർക്കം ഏർപ്പെടാതെ ആത്മനിഷ്ഠനായിട്ടിരിക്കാം. അപ്പൊ ശരീരം എപ്പോ വീണാലും നിനക്കൊരു കുഴപ്പവും വരാനില്ല. ജീവൻ മുക്തനായിട്ടിരിക്കൂ എന്നർത്ഥം. ജീവൻ മുക്തനായിട്ടിരിക്കൂ. ഇവിടുന്ന് പോയിട്ട് മുക്തി നേടാൻ പോലും പ്രതീക്ഷിക്കരുത്. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ആത്മജ്ഞാനം സമ്പാദിക്കാനായിട്ട് ശ്രമം ചെയ്യൂ. ജ്ഞാനനിഷ്ഠനായിട്ട് തീരൂ.
സ്വരൂപജ്ഞാനനിഷ്ഠനായിട്ട് തീരൂ. പ്രപഞ്ചമോ ഇവിടെയുള്ള കർമ്മങ്ങളോ വ്യവഹാരങ്ങളോ ഒന്നും തന്നെ ബാധിക്കാതെ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കൂ, ഗുണാതീതനായിട്ടിരിക്കൂ, ആത്മജ്ഞാനിയായിട്ടിരിക്കൂ. തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന എന്ന് പറഞ്ഞു അവസാനത്തെ ശ്ലോകം നോക്ക. ഈ അധ്യായത്തിന്റെ സമാപ്തി മാഹാത്മ്യ കഥനമാണ്. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത് സർവമിദം വിദിത്വാ യോഗീ പരം സ്ഥാനമുപൈതി ചാദ്യം. വേദങ്ങൾ യഥാവിധി അധ്യയനം ചെയ്യപ്പെട്ടാൽ എന്തു പുണ്യഫലമാണ് വേദത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ളത്? അതേപോലെ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടുമോ, ദാനം ചെയ്യുന്നത് കൊണ്ട് എന്ത് കിട്ടുമോ അത് മുഴുവനും ഈ മാർഗത്തിനെ അറിഞ്ഞാൽ കിട്ടും എന്നാണ്. ഈ അധ്യായത്തിനെ നല്ലവണ്ണം അറിഞ്ഞാൽ അയാൾക്ക് കിട്ടും. കാരണം ഇത് അറിഞ്ഞാലേ വേദം എങ്ങനെ പഠിച്ചിട്ട് പ്രയോജനപ്പെടുത്തണം എന്നറിയുള്ളൂ. ഇത് അറിഞ്ഞാലേ വേദത്തിലുള്ള കർമാനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അറിയുള്ളൂ. പരമേശ്വരൻ പരമകാരുണ്യത്തോടുകൂടെ ഭൂമിയിൽ ജനിച്ച മനുഷ്യന് ഒരു വഴി ഉണ്ടാക്കി കൊടുത്തതാണ് ഈ വേദം എന്ന് പറയുന്നത്. വേദം എന്ന് പറയുന്ന പന്ഥ, അനാദികാല പ്രവൃത്തമായ പന്ഥാവ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സർവതോ ഭദ്രമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വേദം ചെയ്യുന്നത് പഠിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, തപസ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ അറിയുന്ന ആള് പരം സ്ഥാനം, പരമമായ സ്ഥാനത്തിനെ പ്രാപിക്കുന്നു. മാത്രല്ല വേദത്തിന്റെ ലക്ഷ്യം ആത്മജ്ഞാനമാണെന്നുകൂടെ നമ്മൾ അറിയും. ഇത് അറിയുമ്പോ അറിയാം എല്ലാത്തിന്റെയും ഫലം സ്വസ്വരൂപജ്ഞാനമാണ്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോ ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ നമ്മൾ വിമുക്തരാവും. ഉർവാരുക്കും ഇവ ബന്ധനാത്, വെള്ളരിപ്പഴം വിട്ടുവരുന്ന പോലെ, കൊട്ടത്തേങ്ങ പോലെ, കൊട്ടത്തേങ്ങ ഉള്ളിന്ന് വിട്ടുവരുന്ന പോലെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ അഖണ്ഡ അദ്വയമായ വസ്തുവാണ് ഞാൻ, നിത്യശുദ്ധമായ പൂർണ്ണ വസ്തുവാണ് ഞാൻ, എനിക്ക് ബന്ധമില്ല, മുക്തനാണ്, ആത്മാവാണ് എന്നുള്ള അനുഭവം ഹൃദയത്തില് സ്വയം പ്രകാശമാനമായി തെളിഞ്ഞാല് ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ജീവൻ വിമുക്തനാകുന്നു. ആ പരമപദമാണ് വൈകുണ്ഠം, അത് തന്നെ കൈലാസം, അത് തന്നെ ജീവൻ മുക്തി, അത് തന്നെ ആത്മജ്ഞാനം, അത് തന്നെ യോഗസ്ഥിതി, അത് തന്നെ സ്ഥിതപ്രജ്ഞത്വം, അത് തന്നെ ഗുണാതീത സ്ഥിതി, അത് തന്നെ ഭക്തന്റെ അവസ്ഥ, ജ്ഞാനിയുടെ അവസ്ഥ ഒക്കെ. ആ ജ്ഞാനത്തിനെ, ആ ജ്ഞാനത്തിന്റെ മഹിമ കാണിക്കാനാണ് ഭഗവാൻ ഇത്രയൊക്കെ ഉപന്യസിച്ചത്. ഈ അക്ഷരബ്രഹ്മയോഗം എന്ന് പറയുന്ന അതീവ വിഷമം പിടിച്ചതായ ഈ അധ്യായം എന്നുവെച്ചാൽ ലോകത്തിൽ കാണുന്നതുമല്ല, യുക്തിക്ക് വിളങ്ങുന്നതുമല്ല, നമ്മളുടെ നിത്യസിദ്ധമായ അനുഭവത്തിൽ ഇപ്പോ അറിയപ്പെടുന്ന വിഷയവുമല്ല. അങ്ങനത്തെ വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചത്. ആ കാര്യത്തിനെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ 7 ദിവസമായിട്ട് അനുസന്ധാനം ചെയ്തു. ഇത് ഒരു വിധത്തിൽ നമുക്ക് വലിയൊരു ഹോപ്പാണ്. ഒന്നും കിട്ടിയില്ല എന്ന് തോന്നിയാൽ പോലും ഭയപ്പെടണ്ട, യു ആർ സേഫ്. ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല എന്നാണ്. സർവതോഭദ്രമായ ഒരു മാർഗത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് മേൽക്കുമേലെ ഉയർന്ന മണ്ഡലങ്ങളാണ്. എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നതാണ്, എവിടെയെങ്കിലുമൊക്കെ ജ്ഞാനസ്ഫൂർത്തി ഉണ്ടാവാതിരിക്കില്ല. അതുകൊണ്ട് ആണ് ഈ അധ്യായത്തിനെ ഭഗവാൻ ഇങ്ങനെ ഉപന്യസിച്ചത്. അക്ഷരബ്രഹ്മയോഗമെന്ന് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ അർജുന സംവാദേ താരകബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായ. അക്ഷരബ്രഹ്മയോഗം, താരകബ്രഹ്മയോഗം എന്നൊക്കെ പേര്. എന്നുവെച്ചാൽ അവസാനമാകുമ്പോൾ വഴി കാണിക്കുന്നതാണ് ഈ താരകം എന്ന് പറഞ്ഞത്. അങ്ങനെ വഴി കാണിച്ചു, നമുക്ക് വഴി കാണിച്ചു വിട്ടു ഭഗവാൻ. അടുത്ത അധ്യായം അടുത്ത വർഷം നോക്കാം. സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു,
മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.